ബ്രാൻഡഡ് ഐറ്റം ആണ്. വെറും 299 ആണ്. 2 പീസിനാണോ 299 എന്ന് പറയുന്നത്? കാംബ്രിക് കോട്ടണില് 2 പീസിന്റെ സെറ്റ് 399. 299, 399, 499 ഇതൊക്കെ ഇപ്പൊ ഡിസ്പാച്ച് പോവാനുള്ളതല്ലേ? ബനാറസി ജോർജറ്റിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഒറിജിനൽ. കുറച്ച് ബോട്ടംസ് ആഡ് ചെയ്തിട്ടുണ്ട്. 199 റേഞ്ചിൽ 299ന്റെ ഷർട്ട് പ്യൂർ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിൽ വരുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് ചിനോൺ ഫാബ്രിക്കില് നല്ല വലിപ്പമുണ്ടല്ലോ. ഒരു റോമൻ സിൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതും 299. ഇപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള ഒരു ഡിസൈൻ, നമ്മുടെ ഓൺ ഡിസൈനിൽ വന്നിട്ടുള്ള 699. ഈ അൺസ്റ്റിച്ച് മെറ്റീരിയൽ കേട്ടോ. ഹാൻഡ് വർക്കിൽ പ്യൂർ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. രണ്ടും വ്യത്യാസമായിട്ടുള്ള ഒരു വർക്കാണ്, പക്ഷേ ഫാബ്രിക് സെയിം ആണ് കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിലും നമുക്ക് എംബ്രോയിഡറിയുടെ വർക്ക് തന്നെയാണ്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കുന്നതാണ്. ഇത് വെറും 899 ഉള്ളൂ. അതെ അതെ. ഫാബ്രിക് ഒക്കെ ചേഞ്ച് ആണ് വരുന്നത്. പക്ഷേ 675 ഉള്ളൂ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീറ്റെയിൽ കിട്ടാത്തതിൻ്റെ കുറേ പേർക്ക് പരാതിയുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇന്ന് റീറ്റെയിൽ ഷോപ്പാണ് കാണിക്കുന്നത്. അതും ആലപ്പുഴയിൽ കലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എലൻട്ര ഡിസൈൻസ്. അപ്പോൾ അതും ബ്രാൻഡഡിലാണ് കേട്ടോ കാണിക്കുന്നത്. മൊത്തം കുർത്തീസിൻ്റെ നല്ല നല്ല പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. കുർത്തീസ് ഉണ്ട്, 2 പീസിൻ്റെ 3 പീസ് ഉണ്ട്. അപ്പോൾ എലൻട്ര ഡിസൈൻസ് റീറ്റെയിലാണ് കേട്ടോ. വരും എലൻട്ര ഡിസൈൻസ്, കുറേ അടിപൊളി ഡ്രസ്സുകൾ, അതും ബ്രാൻഡിങ് ഐറ്റമാണ്. അവിടുത്തെ ഓണറാണ്. ഹായ്, ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, നിമ്മി പിന്നെ എലൻട്ര ഡിസൈൻ രണ്ട് വ്യത്യാസമായിട്ടുള്ള ഒരു ഫീലിംഗ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ സ്വാഗതം ചെയ്യാണ് കേട്ടോ. പിന്നെ സ്വാഗതം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം യൂട്യൂബ് ചാനലുണ്ട് സ്വന്തമായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ എലൻട്ര ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? എലൻട്ര ഡിസൈൻസ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് കുർത്തീസ് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഷോപ്പാണ് വരുന്നത്. അതും ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തീസാണ് നമ്മൾ ചെയ്യുന്നത്. A to Z ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തീസാണ്. പിന്നെ അത് കൂടാതെ നമ്മളുടെ ഓൺ ഡിസൈൻസിൽ വന്നിട്ടുള്ള പാറ്റേൺസും അതുപോലെ കുർത്തീസ് ആണെങ്കിലും അതല്ലാണ്ട് 2 പീസ് അങ്ങനെയുള്ളതെല്ലാം തന്നെ നമ്മൾ ഓൺ ഡിസൈൻസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ കുറേ ഇന്നർ വെയർസും കാണുന്നുണ്ട്. അതൊക്കെ ഇവിടെ കിട്ടുമോ? കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ബ്രാൻഡഡ് ആണ് വരുന്നത്. അത് 3-4 ബ്രാൻഡ്സ് ആണ്. നമ്മൾ മെയിൻ ആയിട്ടുള്ള 3-4 ബ്രാൻഡ്സ് ആണ് ഇന്നോവേഴ്സിന് ചെയ്യുന്നത്. പിന്നെ ഇത് കുറെ പാക്കിംഗ് ചെയ്ത് സംഭവം. ഇത് ആക്ച്വലി ഇത് നമ്മളുടെ ഓൺലൈൻ, നമുക്ക് ഇത് കൂടാണ്ട് ലൈവ് അല്ലാണ്ട് ഓൺലൈൻ സ്റ്റോറും ഉണ്ട്. ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാ. അപ്പൊ ഇത്ര അധികം എനിക്ക് തോന്നുന്ന 300, 400, 500-ഓളം ഇത് കണ്ടപ്പോഴാണ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അവിടെ കാര്യമായിട്ട് പാക്കിങ് ഇതൊക്കെ ഡിസ്പാച്ച് പോവാണെന്നാണ് തോന്നുന്നത്. ഇത് ഓൾറെഡി നമ്മൾ രാവിലത്തെ, അതായത് ഇന്നത്തെ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പൊ കുറച്ച് സമയം കൊണ്ട് വന്നത് നമ്മൾ ഒന്ന് ജസ്റ്റ് എല്ലാം അപ്പം തന്നെ നമ്മൾ പാക്ക് ചെയ്യും. കുറച്ച് സമയം കൊണ്ട് വന്ന കളക്ഷൻ ഒന്ന് നോക്കിയേ. ഇതാണ് ഇത് ഫുൾ ഇനി ഡിസ്പാച്ച് പോകാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഷൂട്ടിന് വേണ്ടി കുറച്ച് നേരം ഒന്ന് സമയം മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരോ കളക്ഷൻ വെച്ച് കാണിച്ചു കൊടുത്താൽ. അപ്പൊ കാര്യമായിട്ട് എല്ലാരും ഹസ്ബൻഡാണ്. ഈ മൈക്കൊന്നും എടുക്കണ്ട കേട്ടോ 2 മിനിറ്റിന്. ഹലോ, കാര്യമായിട്ട് ഇവിടെ തിരക്കിലാണല്ലോ. ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. എന്താണ്? നമ്മുടെ പിള്ളേരെ സഹായിക്കായിരുന്നു കണ്ട. ഒരുപാട് കൊറിയേഴ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങള് മുതലാളി തൊഴിലാളി എല്ലാം ഞങ്ങള് തന്നെ അല്ലേ. അങ്ങനെ ജാട പിടിച്ച് നിക്കണമെന്നില്ല. അതിപ്പോ ഭയങ്കര കാര്യമായിട്ട് ഇതിപ്പോ വെബ്സൈറ്റ് ത്രൂ വന്നിട്ടുള്ള വെബ്സൈറ്റ് ത്രൂ ആണ് എല്ലാം. ഇത് ഇവരുടെ ഓൺ. സാധാരണ ഇങ്ങനെ ഒരു പാക്കിങ്ങിലൊന്നും കാണാറില്ല കേട്ടോ. നോർമലി ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് സാധാരണ എല്ലായിടത്തും പോകാറുള്ളത്. പക്ഷേ ഇവരുടെ തന്നെ പേര് വെച്ചിട്ട്, അപ്പോൾ ഇതിൽ തന്നെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാതും ഉണ്ട്. നോട്ട് ചെയ്ത് വെച്ചോട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഓൺലൈൻ വഴിക്കും മേടിക്കാൻ പറ്റും. ഓൺലൈനിൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ഈ എലൻട്ര, നമ്മുടെ നിമ്മിമോള് അവിടെ മാറി നിന്നില്ല. ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഞാൻ പോയപ്പോൾ ഇങ്ങോട്ട് വരുമോ, ആ ഒരു മാച്ചിങ് ഒന്ന് കാണട്ടെ എങ്ങനെയാണെന്നുള്ളതല്ലേ. വരൂ. അപ്പൊ ഇത് എത്ര നാളായി ഇപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങിയിട്ട്? നമ്മള് 2019 സ്റ്റാർട്ട് ചെയ്തത്. സെപ്റ്റംബർ 1 നമ്മുടെ. ഇപ്പൊ 2024. അപ്പൊ കുറച്ച് കൊല്ലമായിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ ഓരോരോ കളക്ഷൻസ് വെച്ചിട്ട്. അപ്പൊ ഇത് എടുക്കാം. എന്നാലും ഞങ്ങളുടെ കുർത്തീസിനെ കുറിച്ച് പറയാനായിട്ട് ആണുങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ മതിന്ന്. അപ്പൊ തുടങ്ങാം. നമുക്ക് എവിടെന്നാ? നമുക്ക് ഇത് കാണുന്നത് മൊത്തം കുർത്തീസും അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഉണ്ട്. പിന്നെ റെഡി ടു വെയർ ആയിട്ടുള്ള സെറ്റ്സ് ഉണ്ട്. കുർത്തീസിൽ തന്നെ കുർത്തി സെറ്റ്സ് വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നതുണ്ട്. പല ഫാബ്രിക്സിൽ വരുന്ന ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഓൺ ഡിസൈനിൽ വന്നിട്ടുള്ളതാണ്. നമ്മളുടെ തന്നെ ഡിസൈൻ, അതായത് കുർത്തീസിൽ എംബ്രോയിഡറി വരുന്ന പാറ്റേൺസ് നമ്മളുടെ തന്നെ
ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പോ ഇപ്പൊ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാലും അതും ചെയ്ത് തരൂ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ബൾക്കായിട്ട് നമ്മൾ ഓൺലൈൻ ഉള്ളത് കൊണ്ട് ഒരെണ്ണമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അപ്പൊ അതില് ലാഗ് വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതില് അത്രയ്ക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ എംബ്രോയിഡറിയുടെ വർക്കും ഡിസൈൻസും അതുപോലെ ഹാൻഡ് വർക്കിലും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ സ്വന്തമായിട്ട് യൂണിറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി. അപ്പൊ നമുക്ക് ഇനി അധികം വാചകം അടിക്കാണ്ട് നമുക്ക് ഓരോ കളക്ഷൻ വെച്ച് നോക്കാം. എവിടുന്ന തുടങ്ങണേ? നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള റെഡി ടു വെയർ സെറ്റിൽ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള സെറ്റ്സ് ആണ് വന്നേക്കുന്നത്. അതിലിപ്പോ നമുക്ക് ഫസ്റ്റ് ഒരു വൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ബൾക്കായിട്ട് ഇരിക്കുന്നത് അപ്പൊ എത്ര സൈസസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതില്? ഇത് മീഡിയം മുതൽ 3XL സൈസ് വരെ, അതായത് 38 മുതൽ 46 സൈസ് വരെ നമുക്ക് നോർമലി അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡിലും കാണണമെന്നില്ല. പിന്നെ നമ്മൾ മെയിനായിട്ടൊരു കാര്യം, ഇത് കവറിലിട്ട് മാത്രമേ നമ്മൾ സൂക്ഷിക്കാറുള്ളൂ എല്ലാ പ്രോഡക്റ്റുകളും. ബിക്കോസ് അത് ഡെയിലി കസ്റ്റമേഴ്സ് വരുവാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്താണെങ്കിലും ക്ലോത്ത് ആകുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അത്രയും കെയർ ചെയ്തിട്ടാണ് നമ്മൾ. പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗിക്കുറവുണ്ടാവും, അത് കവറിലാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ ഒരു ബുട്ടിക്കാണ് ആ രീതിയിൽ നമുക്ക് അതുപോലെ തന്നെ എല്ലാം കെയറിങ്ങോട് കൂടിയിട്ടാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് തുറന്ന് കാണിച്ചു കൊടുത്താലോ? ആദ്യം തന്നെ വൈറ്റിൽ തന്നെ വെച്ച് തുടങ്ങാം. നമുക്കൊരു പീസ്ഫുൾ കളർ ആയിക്കോട്ടെ. അപ്പോ ഇതിന്റെ സൈസ് അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. ഇത് 46 ആണ് സൈസ് വന്നിരിക്കുന്നത്. 46 അല്ലാണ്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു റോമൻ സിൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ബുട്ടിക്കാണ്, പിന്നെ ബ്രാൻഡഡ് ഐറ്റം ആണ്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് എലിഗന്റ് ലുക്ക് ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കളർ ചേഞ്ച് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതിൽ നമ്മൾ കൂടുതലും ഒരു മാക്സിമം 2 കളേഴ്സ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോകുന്ന പോലെ വന്നിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ ഇതാവില്ല. കാരണം കളർ മിനിമം നമ്മൾ കുറച്ചിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. കാരണം നമ്മൾ എവിടെ പോയാലും വേറൊരാൾ ആ സാധനം ഇടരുത്, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണമല്ലോ. എനിക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനും അത് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് പാന്റും വിത്ത് ഓർഗൻസ, പാന്റും നന്നായിട്ട്, അതായത് അത്യാവശ്യം ഒരു 2 സൈഡ് പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതുപോലെയാണ്, നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. നോർമലി പാന്റ് പോലെ അല്ല, അത്യാവശ്യം ആ ഒരു തൈര പോർഷനൊക്കെ നല്ല തുണിയുണ്ട്. അതുപോലെ ഇതിന്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ട സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്നതാണ്. ഇതുപോലെ എംബ്രോയിഡറി വരുന്ന സ്കാലപ്പ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് വന്നിട്ടുള്ളതാണ്. നല്ല ലെങ്തും വിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത്. കളർ അടിപൊളിയാണ്. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ ഓർഡർ ചെയ്തോ, ഓൺലൈനിൽ ഓർഡർ ചെയ്യാം, നമുക്ക് നേരിട്ട് വന്നിട്ടും ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കലവൂരാണ്, അതായത് ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും ഇടയ്ക്കായിട്ടുള്ള. ഏറ്റവും റീസെന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃപാസനത്തിന് അടുത്തായിട്ട് വരും, തൊട്ടടുത്തായിട്ട് വരും. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതും അത്യാവശ്യം നല്ലൊരു ഹിറ്റ് ആയിട്ടുള്ളൊരു, നമ്മളുടെ ഓൺലൈനിൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. കുറച്ചുകൂടെ ചന്തേരിയിൽ വരുന്നതാണ്. ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു പാർട്ടി വെയറിലേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പാക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാണ്ട്, ദുപ്പട്ട വരെ സെപ്പറേറ്റ് പാക്കിങ്ങിലാണ് കേട്ടോ ഓരോന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് ചന്തേരി, ചന്തേരി സോഫ്റ്റ് ചന്തേരിയിൽ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്കാണ്. ഒരു ചിക്കൻ കറി ആ ഒരു എഫക്റ്റ് കൊടുത്തിരിക്കുകയാണ്. സീക്വൻസ് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് എന്താ പറയാ, ഒരു പാർട്ടി വെയർ അങ്ങനത്തെ രീതിയിലും ഉണ്ട്, അല്ലാത്ത നമുക്ക് ഡെയിലി വെയർ കളക്ഷൻസ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പാർട്ടി വെയറിലേക്ക് കടന്നു. കാരണം നമുക്ക് ഡിഫറെന്റ് എലിഗൻ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു നിൽക്കണം. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ. പിന്നെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആണ്, പക്ഷെ കളർ ചേഞ്ചസ് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. മീഡിയം, ലാർജ്, XL, XXL, 3XL വരെ ചിലതിലുണ്ടാവും. അങ്ങനെ സൈസസും അവൈലബിൾ ആണ്. ഇപ്പൊ ഇനി ഏത് സൈസ് വേണമെന്ന് വെച്ചാൽ അത് കിട്ടും. കാരണം ഇത് റീറ്റെയിൽ ആണ് കേട്ടോ. ഒരു സിംഗിൾ പീസ് ആയാലും നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ദുപ്പട്ടയാണ്, നെറ്റഡ് ആയിരിക്കും. ഒരു 1 സൈഡ് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത്. ദുപ്പട്ട അല്ലേ? ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ നമുക്ക് വെബ്സൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ വെബ്സൈറ്റ് ത്രൂ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനെയാണ് കാണിച്ചു തരാം. നമുക്ക് ലൈവ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. ഓക്കെ, വെബ്സൈറ്റിൽ ഇത് നമ്മളാണോ ഇരിക്കുന്നത്? അതിന് തമ്മിൽ ഭയങ്കര വ്യത്യാസം കേട്ടോ. ഇതൊരു 3 വർഷം മുന്നേ ഉള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കുർത്തീസിൽ വരുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂ അറൈവൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പോയിട്ട്, ഇതിപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഇത് നമ്മുടെ ഓൺ ഡിസൈനാണ്, അതിൽ വരുന്നതാണ്. നോർമലി എങ്ങനെയാണോ ഒരു സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് സൈസ് ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്ന. അതിൽ ബൈ ചെയ്തിട്ട് നോർമലി എങ്ങനെയാണ് പേയ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതുപോലെ ഉണ്ട്.
എന്നിട്ട് ഡയറക്റ്റ് പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ഏത് അക്കൗണ്ട് ട്രാൻസ്ഫറോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പേ ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് ബാക്ക് അടിച്ചേ. ഇനി ഇതിന്റെ ന്യൂ അറൈവൽ എന്നുള്ള സംഭവം കാണിച്ചു. അതുപോലെ തന്നെ ഈ ഡ്രസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. അതെ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഈവൻ നമ്മുടെ ഫാബ്രിക് എന്താണ്, അതിൽ എങ്ങനെ അത് വാഷ് ചെയ്യണം, വാഷ് കെയർ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ എന്താ വർക്ക് എന്താണ്, അതിൻ്റെ ലെങ്ത്, സ്ലീവ്, എല്ലാ കാര്യങ്ങളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെഷർമെൻറ്റ് ഒരു കൃത്യമായിട്ടൊരു നോർമലി എടുക്കുന്ന കസ്റ്റമേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായിട്ട് പിന്നെ അതുപോലെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ്. ഇപ്പൊ ഇനി വെബ്സൈറ്റിൽ എല്ലാവർക്കും മേടിക്കാൻ ഒരു പേടി കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കൂടെ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ കുർത്തി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയുന്ന ഒരു വീഡിയോ ആണ്, നമ്മുടെ യൂട്യൂബ് വീഡിയോ ആണിത്. ഓക്കെ, അത് പ്ലേ ചെയ്യണ്ട, അത് ഡയറക്റ്റ് അവര് യൂട്യൂബിൽ പോയി കണ്ടോട്ടെ. ഇനി ബാക്ക് അടിച്ച്. അപ്പൊ യൂട്യൂബ് ചാനലിന്റെ പേര് എന്താ വരുന്നത്? യൂട്യൂബ് ചാനൽ സെയിം നെയിം തന്നെയാണ്, ഇലൻട്ര ഡിസൈൻസ് ബൈ നിമ്മി ഹെയ്ൻസ് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഈ ഓഫർ സോൺ പറഞ്ഞത് ഓഫർ സോൺ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇയറും നമ്മൾ ചെയ്യാറുള്ള ഒരു സെഗ്മെന്റ് ആണ്. ആക്ച്വലി നമ്മളുടെ ഇവിടുന്ന് വരുന്ന, നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ വരുന്നിട്ടുള്ള കുർത്തീസ് സൈസ് കട്ടായിട്ട് വരും. നമ്മൾ ഓൺലൈൻ ആണല്ലോ, അപ്പോൾ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റീസ് ആണ് ചെയ്യാറ്. അപ്പോൾ അതിൽ സൈസ് കട്ട് വരും. ഇപ്പോൾ എല്ലാ സൈസും ചിലപ്പോൾ മീഡിയം സൈസ് മാത്രം വരും ഒരു ഡിസൈനിൽ. അങ്ങനെ വരുമ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇത്രയും ബൾക്കായിട്ട് കാണുന്നുണ്ട്. ഈ ബൾക്കിൽ ഇപ്പോൾ ചിലപ്പോൾ 2 പീസൊക്കെ ബാലൻസ് ആയിട്ട് കിടക്കും, ബാക്കിയുള്ളതൊക്കെ ഓൺലൈനിൽ ഓർഡർ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ 2 പീസ് വരുമ്പോൾ അതിവിടെ ഇരിക്കുന്നത് ഒരു ഭംഗി കുറവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വെയർ ഹൗസ് പോലെ ഉണ്ട്. അപ്പോൾ അത് ഡിസ്കൗണ്ട് സ്റ്റോർ ഉണ്ട് നമുക്ക്. വെയർ ഹൗസ് ഉണ്ട്, ഡിസ്കൗണ്ട് സ്റ്റോറും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു ബാലൻസ് ഐറ്റംസ് അത് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു സ്റ്റോർ ഉണ്ട്, അത് ഡിസ്കൗണ്ട് ഐറ്റംസ് വെക്കുന്ന. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ വിചാരിക്കും ഡാമേജ് ആണോ വില കീറലോ അങ്ങനെയൊന്നുമല്ല. അത് ഒരു പീസ് 2 പീസ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു നമുക്കൊരു സൈഡിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഫീല് തോന്നില്ല. അപ്പൊ ഇതൊക്കെ ഇരിക്കണാകുമ്പോൾ എന്തിനു ഭംഗിയാ കണ്ടോ. അതിൽ ഇതൊരെണ്ണമായിട്ട് കിടക്കുമ്പോൾ ഒരു വൃത്തികേടല്ലേ. അപ്പൊ ആ വൃത്തികേട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ സ്റ്റോർ ഓഫർ സോൺ, അത് എന്താ പേര്? അതും സെയിം നെയിം തന്നെയാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് സ്റ്റോർ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അത് തന്നെയല്ല, നമുക്കിപ്പോൾ ഡെയിലി അപ്ഡേഷൻസ് ആണ്. അതായത് ഡെയിലി പ്രോഡക്റ്റുകൾ നമ്മൾ ഓരോരോ പ്രോഡക്റ്റുകൾ, പുതിയ പ്രോഡക്റ്റുകളാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാം ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഓഫർ സോൺ, നമ്മളുടെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓഫർ സോണിലേക്ക് പ്രോഡക്റ്റ് ഓക്കെ. അപ്പോൾ ആ ഒരു സ്റ്റോറിലേക്ക് തന്നെ പിന്നീട് കൊണ്ടുപോകണം കാണിക്കാനായിട്ട്, മെയിനായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഓഫർ സോണിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് നമുക്ക് ഇപ്പോൾ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന പ്രൈസാണ്. അതിൽ നിന്ന് നമുക്ക് ഇത്ര ലെസ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ സെയിം സംഭവം തന്നെ നമുക്ക് ഓഫറിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവൈലബിൾ ഉള്ള സംഭവങ്ങളൊക്കെ സൈറ്റിലുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സ്റ്റോറിൽ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ബാക്കിയൊക്കെ എന്ന് പറയുമ്പോൾ ഈ കുർത്തീസ് അങ്ങനത്തെ ഇന്നർ വെയർ, ബോട്ടംസ്, സാരീസ്, അങ്ങനെ ഓണം സ്പെഷ്യൽ, അങ്ങനെ ഓരോരോ സീസൺ അനുസരിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത കളക്ഷൻ നോക്കിയാലോ? തീർച്ചയായിട്ടും നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി വെറൈറ്റി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ എടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ജോർജറ്റിലാണ് വരുന്നത്. ജോർജറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്ക് ചെയ്ത് വരുന്ന പാറ്റേൺ ആണ്. ജോർജറ്റിൽ ഫുൾ വർക്ക്, സ്ലീവിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിലത്തെ ഇവിടെ ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും, പിന്നെ അടിയിൽ ദാമൻ്റെ പോർഷൻ ഫുൾ നമുക്ക് സീക്വൻസ് അല്ല, ഡയമണ്ടിൻ്റെ ആണ്. സെറോസ്കി ഡയമണ്ട് ഒരു ലേസ് പോലെ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ആ ഒരു സെറോസ്കി ഡയമണ്ടും ത്രെഡ് വർക്കും എല്ലാം കൂടിയിട്ട് വന്നിട്ടുള്ളത്. ക്രോഷിയർ ഡീറ്റെയിലിംഗ് ഇവിടെ നടുക്കി കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാ 2 ഷെയ്ഡ് ഉണ്ടാവില്ല? 2 ഷെയ്ഡ് ഉണ്ട്, 3 ഷെയ്ഡ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഒരു ഷെയ്ഡ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങളുടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നല്ലേ? അപ്പൊ എൻ്റെ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരു ടെൻഷൻ. അപ്പൊ ഇത് നിങ്ങളുടെ വീഡിയോയിലായാലും നിങ്ങൾ ഓരോന്ന് പ്രൊഡക്റ്റ് അങ്ങനെയാണല്ലേ കാണിക്കുന്നത്? നമ്മൾ വെയർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്, ഇട്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വെയർ ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ കസ്റ്റമേഴ്സിന് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു പിസ്ത 2 പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. സിംഗിൾ പീസായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയിൽ നമുക്ക് വർക്ക് വരുന്നുണ്ട്, വർക്കോട് കൂടിയിട്ടാണ്. അതുപോലെ ടെസൽസും ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ടെസൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ബോട്ടത്തിൽ എൻഡിൽ ഇതുപോലെ ഈ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്, വർക്ക് വന്നിട്ട്. പിന്നെ ബോട്ടം ഒക്കെ ചെയ്തിരിക്കുന്നത് വിത്ത് സിബ് ഹുക്കോട് കൂടിയിട്ടാണ് ബോട്ടം ഒക്കെ ചെയ്തിരിക്കുന്നത്. ഹിഡൻ സിബാണ് കേട്ടോ. ഇതാ ഹിഡൻ സിബാണ്.
പിന്നെ ഇത് തുണിയും നല്ല തുണിയാണ്, കട്ടി വിത്ത് ലൈനിങ് കേട്ടോ. ഇത് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് നമുക്ക് സീ ത്രൂ ആയതുകൊണ്ട് തന്നെ വിത്ത് ലൈനിങ് അടക്കാം. അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്, കാരണം ഓൺ മാനുഫാക്ചറിങ് കൂടെ ആണ് ഇവരുടെ. ഓൺ മാനുഫാക്ചർ ഉടനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റിയ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 2 ഷെയ്ഡ്. ഇനി വരുന്നത് കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, എവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനല്ലേ. ഇത് വരുന്നത് കുറച്ചുകൂടെ പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കിൽ വരുന്നതാണ്. ഒക്കെ നമുക്ക് എന്താ പറയുക എത്ര ഇങ്ങനെ ലോക്കൽ ടൈപ്പ് അല്ല, നമുക്കൊരു സ്റ്റാൻഡേർഡ് നമുക്ക് പ്യുവർ ആയിട്ടുള്ള അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് മെയിൻ ആയിട്ട് കിട്ടാം. ഒരു ബൂട്ടിക്കിൽ എങ്ങനെയാണ് പോയി കിട്ടുക സെയിം അത് തന്നെ. പക്ഷെ ബൂട്ടിക്കിൽ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പീസായി, പക്ഷെ അതിൻ്റെ തന്നെ സെയിം നമുക്ക് സൈസസ് ഉണ്ട്. കാരണം ഓൺലൈനിൽ കൂടുതൽ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ കണ്ടപ്പോൾ നമ്മൾ കണ്ടില്ലേ നേരത്തെ. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്കിൽ പ്യുവർ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ഇയറിൽ അല്ലേ, സിൽക്കി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. ഈ സിൽക്കി മെറ്റീരിയൽ നമുക്ക് ഫുൾ ഹാൻഡ് വർക്ക് സ്വീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കളർ നോക്കുകയാണെങ്കിൽ അടിപൊളി. ഇതിട്ടപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ ഒരു ഭംഗി കൂടുതൽ തോന്നിക്കും കേട്ടോ. നല്ല സിംഗിൾ പീസായിട്ട് കിട്ടും. പിന്നെ സൈസസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സൈസിലായിട്ടാണ് കിട്ടുന്നത്. ലാർജ് ഒക്കെ ആണെങ്കിൽ ലാർജ് കറക്റ്റ് പെർഫെക്റ്റ് സൈസാണ്. ഇതിൽ ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഗോട്ടാപ്പതി ലേസ് വന്നിട്ട് പ്യുവർ ഷിഫോണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. സിമ്പിളാണ് ദുപ്പട്ട വരുന്നത്, കാരണം കംപ്ലീറ്റ് വർക്കാണല്ലോ, ടോപ്പ് കംപ്ലീറ്റ് വർക്കാണ്. അതുകൊണ്ട് ദുപ്പട്ട വരുന്നത് സിമ്പിളായിട്ടായിരിക്കും. സിമ്പിൾ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ റീറ്റെയിലാണ്. ഇനിയിപ്പോൾ ചേച്ചി എന്തുകൊണ്ട് റേറ്റ് പറയാത്തതെന്ന് ചോദിച്ചാൽ റേറ്റ് പറയാം, അത് നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് കണ്ടാൽ മതി കേട്ടോ. അത് ഇവരുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ റേറ്റ് പറയുന്നുണ്ടോ? അതിൽ നമ്മൾ റേറ്റ് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇത് കൂടാണ്ട് ഇനിയും അപ്ഡേറ്റ് ആയിട്ട് കുറേ നല്ല നല്ല കളക്ഷൻസ് യൂട്യൂബ് ചാനലിൽ കൂടെ കാണാൻ പറ്റും. അത് കൂടാണ്ട് നമുക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്റ്റ് എന്താണ് മെറ്റീരിയൽ, എത്ര റേറ്റ് ഉണ്ട്, അപ്പം തന്നെ നമുക്ക് പോയി കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ടെൻഷനില്ല. അപ്പോൾ പിന്നെ ഞാനിവിടെ റേറ്റ് ഓപ്പൺ ആയിട്ട് വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും സ്റ്റാർട്ടിംഗ് റേറ്റ് എനിക്കറിയണം. സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് കുർത്തീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 799, 699 ഒക്കെയാണ്. പിന്നെ അതിലും കുറച്ചുകൂടെ ലോ റേഞ്ചിൽ നമ്മൾ കാണിക്കാറുണ്ട്. ഒരു 599 നമ്മൾ ചെയ്യാറുണ്ട്. അത് ഡിപ്പെൻഡ് ആണ്. ഇപ്പൊ ഇന്ന് 500 ആണെങ്കിൽ നാളെ ഇത് സ്റ്റാർട്ടിംഗ് റേറ്റ് 799 ആയിരിക്കും. ചിലപ്പോൾ അതിനേക്കാളും കുറവ് തന്നെ കിട്ടും. പിന്നെ ഇത് കൂടാണ്ട് ഇതിനേക്കാളും കുറവ് 299, 399 ഒക്കെ ആണെങ്കിൽ ഓഫർ പ്രൈസിന് അവിടെ സെപ്പറേറ്റ് ഒരു സ്റ്റോർ തന്നെ ഉണ്ട്. അതാണ് കുറച്ചുകൂടി കൂടുതൽ. അപ്പൊ ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് കുറച്ചുകൂടി നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാം കാണാൻ തോന്നുന്നുണ്ട്, എല്ലാം കാണിക്കണമെന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു പേസ്റ്റൽ ചാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ചിനോൺ ഫാബ്രിക് ഇപ്പോൾ കുറച്ചൊരു ട്രെൻഡായിട്ട് വരുന്ന ഫാബ്രിക്കാണ്. ഒരു വി കോൺസെപ്റ്റ് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വീന അത് നല്ല സോഫ്റ്റ് ഫാബ്രിക്. നമുക്ക് ടച്ച് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ അത്രയും നമുക്ക് മനസ്സിലാവണം എന്നില്ല. ശരിക്കും നമുക്ക് ഫീൽ ചെയ്താലേ, അത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ക്വാളിറ്റി മനസ്സിലാവും. പിന്നെ ഈ ഫാബ്രിക്കിന്റെ പേര് പറയുമ്പോൾ ഇത് ഉപയോഗിച്ചവരൊക്കെ ആണെങ്കിൽ അവർക്ക് അത് പിന്നെയും അതുമൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ കോട്ടൺ ആണെങ്കിൽ കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്, ചിനോൺ ആണെങ്കിൽ ചിനോൺ മാത്രം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വെയറിനായാലും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ പാർട്ടി വെയറിനായാലും യൂസ് ചെയ്യാം. ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ്. കണ്ടോ, ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു ഇങ്ങനെ സോഫ്റ്റ്നെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിൾ ആണ് കേട്ടോ, ഫുൾ വലിയ വർക്ക് വന്നിട്ട്. അതിൽ ദുപ്പട്ട വരുന്നത് കുറച്ചൊരു ഡാർക്കർ ചാർട്ടിൽ, ഡസ്റ്റി ചാർട്ടിൽ ഇതുപോലെ വന്നിരിക്കുന്നതാണ് ദുപ്പട്ട. ഒരു കോൺട്രാസ്റ്റിൽ അല്ലേ? കോൺട്രാസ്റ്റ്. ഇതിൽ നമുക്ക് കളേഴ്സ് ഡിസൈൻസ് എന്ത് നമുക്ക് കളേഴ്സ് ഇല്ല. ഇതിൽ സിംഗിൾ ഡിസൈൻ കളർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതൊന്നും എടുത്ത് കാണിക്കാൻ പറ്റും. ഇത് കുറച്ച് ഒരു വൺ ഹിറ്റായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. നമ്മൾ ഓണം സ്പെഷ്യലായിട്ടൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഞാൻ അതവിടെ ഇരുന്നപ്പോൾ കുറേ നേരം എൻ്റെ കണ്ണതുമ്മയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പീസാണ് ഇത്. ഇൻസൈഡ് സ്ലീവ് ഉണ്ട്, സ്ലീവ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. സ്ലീവ് അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ബനാറസി ജോർജറ്റിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഒറിജിനൽ. പിന്നെ ഒരു മൾട്ടി ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു സൺസെറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്ലീവ് പിന്നെ ഷോർട്ട് സ്ലീവ് ആണ് ഇത് വരുന്നത്. മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ചിടാവുന്നതാണ് കേട്ടോ സ്ലീവ്. അങ്ങനെ വേണമെങ്കിൽ വേണ്ട, ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു ഒറ്റ പീസ് അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പീസാണ്. പിന്നെ അടുത്തതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ എത്ര തരം മെറ്റീരിയൽസ് ഉണ്ട്? ഇപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട്. വെറൈറ്റി ഉണ്ട് നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് മസ്ലിനിലൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, മസ്ലിനിലും ഇതിൽ നമുക്ക് ഒത്തിരി കളേഴ്സ് ചെയ്തതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഓക്കെ,
നൈറ എന്ന് പറയുന്ന നൈറ കട്ടിൽ, നൈറ കട്ടിൽ അല്ലേ? ഇതാ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇതും ഈ മസ്ലിൻ ഫാബ്രിക് എന്നൊക്കെ പറയുമ്പോൾ ഈ ചിനോൺ പോലത്തെ തന്നെ ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ വരുന്ന കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ നൈറ കട്ടിൽ സൈഡിൽ സ്ലിറ്റിലും വർക്ക് കാണും ഇതിൽ. നൈറ കട്ടിൽ വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു നൈറ്റ് പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് അത്യാവശ്യം വണ്ണം തോന്നിക്കില്ല. വയറൊക്കെ ഉള്ളവർക്കാണെങ്കിലും അല്ല, മിക്ക മലയാളികൾക്കും വയറുണ്ടാവും, ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇതില് പാന്റ് വരുന്നത് ഇത്, ദുപ്പട്ട വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്, പ്രിന്റിലാണ് വരുന്നത്. ഓക്കെ. ഇതുപോലെ അപ്പൊ ഇത് മസ്ലിനിലാണ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ കാണിക്കാത്ത കുറെ കളക്ഷൻസ് നമുക്ക് വെബ്സൈറ്റ് ത്രൂയും കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എല്ലാം ചിലതൊന്നും കാണില്ല. നമ്മളിപ്പോ ഫസ്റ്റ് കണ്ടതിൽ ഒരു 1-2 ഒന്നും കാണത്തില്ല. ഇപ്പോൾ അങ്ങനെ വേണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? വീഡിയോ കോൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൂടുതലും നമ്മൾ വാട്സപ്പ്, കാരണം അറ്റ് എ ടൈം ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് 2 ഒഫീഷ്യൽ നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആ 2 ഒഫീഷ്യൽ നമ്പറിലും മെസ്സേജ് വരുമ്പോൾ കോൾ എടുക്കുന്ന സമയത്ത് അതും ഇതും കൂടെ. പിന്നെ കുറേ പേർക്ക് പരാതി ഉണ്ടാവും, വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കണില്ല, അറ്റൻഡ് ചെയ്യണില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം ഓൾറെഡി ഇവർക്ക് 100-500 ഡെയിലി സെയിൽസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാക്കിങ് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഡെയിലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും കൂടി വിളിക്കുമ്പോൾ അപ്പോൾ മെസ്സേജസിന് റിപ്ലൈ എന്തായാലും വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളുടെ കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സർവീസാണ്. നമ്മളുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും പറയാം, നമ്മൾ അത്രയും അവരെ കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. കോൾസ് അങ്ങനെ നമ്മൾ എടുക്കുന്ന ടൈം കഴിയുമ്പോൾ മാത്രം നമ്മൾ എടുക്കാതിരിക്കുന്നു. ചില ആൾക്കാരുണ്ട് ഈ ഫോൺ വിളിക്കുമ്പോ കീ ശബ്ദം കേൾക്കാം, എന്താ അതിൽ എടുക്കാത്ത? അത് ശരിയാ ഇല്ലേ? അത് ശരിയാ. ഫോൺ എപ്പോഴും എൻഗേജ് ആയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അത് എൻഗേജ് ആയാലും പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോ ഞാൻ വീഡിയോസ് ചെയ്യണേല് ചില സ്ഥലത്തെന്ന് പറയും അടുത്ത് എടുത്തോളൂ, ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴില്ലേ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാണ്ടാവുമ്പോ എനിക്ക് കോൾ തന്നെ, അതെ ആ കടയിൽ വിളിച്ചിട്ട് കിട്ടണില്ല, അവർ ഫോൺ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കുറച്ച് ക്ഷമിക്ക്, അവിടെ കോൾസ് വേറെ വരുന്നുണ്ട്. ഡെയിലി 600-700 കോൾസും മെസ്സേജസ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മുടെ ഒരു കോൾ അത് കാണും. സമാധാനത്തിന് തിരിച്ച് വിളിക്കും. റിപ്ലൈ എന്താണെങ്കിലും നമ്മൾ കൊടുത്തിരിക്കും. ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും റിപ്ലൈ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോയിരിക്കും. ഓക്കെ. പിന്നെ വരുന്നത് നമുക്ക് കോട്ടണില് ബ്ലാക്ക് കണ്ടു നോക്കാം. എല്ലാ ലേഡീസിന്റെയും ഫേവറേറ്റ് ഷെയ്ഡാണ്. പക്ഷേ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടം ഇട്ടിരിക്കുന്നതാണ്. ഇതിന്റെ കാണിക്കാനുള്ള വെറൈറ്റീസ് ഒരുപാട് ഇരിപ്പുണ്ട്. അല്ലേ? ഇത് ഹോം വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ, ഹാൻഡ് വർക്ക്. അതെ അതെ. അത് വർക്കും നന്നായിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നല്ല ഒരു സിൽവറും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിൽ വരുന്നുണ്ട്, പിന്നെ ദമൻ ലൈനിൽ വരുന്നുണ്ട്, കംപ്ലീറ്റ് ബോഡിയിൽ വരുന്നുണ്ട്. നമുക്ക് ഒരു പീസ് ഞാൻ എടുത്ത് കാണിക്കാം. ഓക്കെ. അല്ല കാണിക്കണമെന്നില്ല, ഇതന്നെ നല്ലത്. കാരണം നമ്മൾ വേറെ ഇടുന്നതിനെ വിട്ടിട്ട് നമുക്ക് എങ്ങനത്തെ കാണിച്ചാലും നമുക്ക് ഉണ്ടാവില്ല. ഇതിൽ മീഡിയം, ലാർജ്, XL, XXL, 3. ഇതിൽ ലാർജ് സൈസ് മുതലായിരിക്കും XXL വരെ ഉള്ളൂ. 3 സൈസ് വരെയേ ഉള്ളൂ. 3 സൈസ് കേട്ടോ. പക്ഷെ അത് ഭയങ്കര അടിപൊളി. ഇത് കുറച്ചുകൂടെ പ്രീമിയം കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. ഇത് 3 പീസ് ഉണ്ട് അല്ലേ? ഇത് 3 പീസ് ആണ് വരുന്നത്. ഇതാ ഇതില് കോട്ടണില് അതിന് ടോപ്പ്, ബോട്ടത്തിന്റെ അടിയിലും വർക്ക് വന്നിട്ടുണ്ട് വരുന്നുണ്ട്. ഇതേ സെയിം തന്നെ ഇത് ദുപ്പട്ടയാണ്. ദുപ്പട്ടയിലും ഈ ഒരു ലേസ് വർക്കാണ് വന്നിരിക്കുന്നത്. ക്രോഷ്യേര ലേസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. കോട്ടന്റെ മെറ്റീരിയലിന് കോട്ടൺ വേണമെന്ന് പറയുന്നവർക്ക് മാത്രം. അപ്പോൾ ഇത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി പാർട്ടി വെയർ വേണമെന്ന് വെച്ചാൽ ബ്ലാക്കിൽ ഇത് എടുത്തോ, അടിപൊളി സംഭവം അല്ലേ? ഇതൊക്കെ ഏകദേശം റേറ്റ് പറയാൻ പറ്റുമോ? ഇതൊരു 2500 ബിലോ ആണ് വരുന്നത്. 2500 ബിലോ ആണ് വരുന്നത്. ദുപ്പട്ടയും കൂടെ ഉണ്ട്. ഞാനിപ്പോ ദുപ്പട്ട ഇടാണ്ട് എന്നുവെച്ചാൽ 3 പീസിന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. കാണിക്കാം ഇതിന്റെ ഡിസൈൻസ്. ഓക്കെ. പിന്നെ വരുന്നത് പിന്നെ കോട്ടൺ, ഇത് ഒരു മസ്ലിൻ ഫാബ്രിക്കിലാണ് വരുന്നത്. പ്രിന്റ് ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവരുടെ ഒരു ടേസ്റ്റ് നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് കൂടെ നമ്മൾ നോക്കാറുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ചുള്ളത് മാക്സിമം ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതും ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സിംഗിൾ പീസ് ഇവിടുന്ന് പോണത് അത് നല്ലതായിട്ട് പുറത്തേക്ക് പോകണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അല്ലേ? ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ചെയ്യാണ്ട് ഒരു സിംഗിൾ പീസ് ആയിട്ടായാലും നമുക്ക് മേടിക്കാം. അത് പാർട്ടി വെയർ ആയാലും ശരി, നമുക്ക് ഡെയിലി വെയറിനായാലും ശരി കേട്ടോ. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത് മസ്ലിന്റെ ഫാബ്രിക്കിൽ. പ്യുവർ മസ്ലിൻ ആണ് കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഫാബ്രിക്കിൽ, ഇപ്പം മസ്ലിൻ എന്ന് പറഞ്ഞാലും ഒരുപാട് ക്വാളിറ്റിയിൽ നമുക്ക് ഫാബ്രിക് കിട്ടും. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം മാക്സിമം നമ്മൾ അങ്ങനെ ഒരു 99% നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് മാത്രമേ. അതിപ്പോ കോട്ടണിലായാലും അങ്ങനെ തന്നെ. കോട്ടണിൽ തന്നെ പലതരം കോട്ടൺസ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് കോട്ടൺ, അല്ലെങ്കിൽ മസ്ലിനിൽ തന്നെ കുറേ ഉണ്ട്. ജോർജറ്റിൽ തന്നെ നമുക്ക് ഹാർഷ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലത് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. പറഞ്ഞു വരുന്നതെല്ലാം അങ്ങനെയാണ്. അല്ല നോർമലി
നമുക്കറിയാം ഇപ്പം ഞാൻ തൊട്ടോടത്തോളം ഞാൻ ഫീൽ ചെയ്തോടത്തോളം നമുക്ക് ആ ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തത്. ആ എലഗൻ ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൽ കളേഴ്സും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട കളേഴ്സ് ഉണ്ടാവും. പിന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഏത് കളർ വേണമെങ്കിലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല കേട്ടോ. ഇത് വരുന്നത് ഹാൻഡ് വർക്കിൽ ചിനോൺ ഫാബ്രിക്കിൽ, ചിനോൺ അല്ല ഒരു സിൽക്കി, ചിന്നോനല്ല കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. അത് വരുന്നത് കോട്ടൺ സിൽക്കിൽ നമുക്ക് പാർട്ടി വെയർ കളക്ഷൻ വീനെക്കാണ് ഇത് വരുന്നത്. വീനെക്കിൽ അത്യാവശ്യം വർക്ക് പോയിട്ടുണ്ട്. അതിൽ സെറോസ്കിയുടെ വർക്ക് ഉണ്ട്, കട്ട് ബീഡിൻ്റെ വർക്ക് ഉണ്ട്, അങ്ങനെ എല്ലാത്തരം ഹാൻഡ് വർക്കാണ്. സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ട, ഓർഗൻസ ദുപ്പട്ടയാണ് വരുന്നത്. ദുപ്പട്ട കേട്ടോ. പിന്നെ കളർ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് കളറിൽ വരുന്നുണ്ട്, ഡാർക്കിൽ വേണമെങ്കിൽ ഡാർക്കിൽ വരുമ്പോൾ നമുക്ക് ഇത് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ മാറും. ഇനിയിപ്പോൾ ഇങ്ങനത്തെ 3 പീസ് വേണ്ട, സിംഗിൾ കുർത്തിയായിട്ട് അങ്ങനെ വേണമെങ്കിലും കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് ടോപ്പ് വേറെ, ടോപ്പ് വേറെ എടുക്കുമ്പോൾ നമുക്ക് അതിന് കൂടെ ബോട്ടം വേറെ സെപ്പറേറ്റ് വേണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ സെപ്പറേറ്റ് അതും നമുക്ക് വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റൂല. വെബ്സൈറ്റിൽ നമ്മൾ ബോട്ടം ആഡ് ചെയ്തിട്ടില്ല, ബോട്ടത്തിന്റെ വീഡിയോസ് ആയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വാട്സപ്പ് ത്രൂവിൽ പർച്ചേസ് ചെയ്യാം. അല്ലാണ്ട് വെബ്സൈറ്റിൽ ഉണ്ടാവും. ഇല്ല, അത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു സിംഗിൾ പീസ് വാങ്ങിക്കുമ്പോൾ അതിന് ഷിപ്പിംഗ് ചാർജ് കുറച്ചുകൂടെ ഇതായിട്ടായിരിക്കും കൂടും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഒരു സൗകര്യത്തിനാണ് നമ്മൾ അത് കേരളത്തിൽ മാത്രമേ കൊടുക്കുള്ളൂ, കേരളത്തിന്റെ പുറത്ത് നമ്മൾ വേൾഡ് വൈഡ് ചെയ്യുന്നു. എല്ലായിടത്തും ഉണ്ട്, ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്യുക. അതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ അത് സേവ് ചെയ്ത് വെക്കുക. എന്ത് പേരിലാണ് സേവ് ചെയ്യേണ്ടത്? ഇലൻട്ര ഡിസൈൻസ്. ഈ പേര് ഭയങ്കര ഗംഭീര പേരായിട്ട്, പക്ഷെ നമ്മുടെ പേര് കണ്ട സിമ്പിളാണ്. നമ്മൾ എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ള എന്നെ ഭയങ്കര ഫാമിലിയാണ്. ഞാൻ അവരുമായിട്ട് നല്ല രീതിയിലൊരു ഇന്ററാക്ഷൻ നടത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കണ്ട, നമ്മൾ തൊഴിലാളിയും മുതലാളിയും ഒക്കെ ഒന്ന് നമ്മളെല്ലാവരും ഇല്ല, നമ്മൾ ഭയങ്കര സോഷ്യലായിട്ട് ഇവർക്ക് അങ്ങനെ അറിയാം. സാർ മാഡം അങ്ങനെ ഒന്നും ഇല്ല, ഒക്കെ ഫ്രണ്ട്ലി ആണ്. ആ ഫ്രണ്ട്ലി രീതി, പക്ഷെ പൈസക്ക് കുറവില്ല കേട്ടോ. ആ കാശ് മൊത്തം തന്നിട്ട് മേടിച്ചോണ്ടോക്കോളൂ. അപ്പൊ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് കോട്ടണില് വരുന്ന കളക്ഷനാണ്. ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പ്രിന്റുകൾ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. വീണ്ടും പറയുകയാണ്, ഇന്ന് കണ്ടതാവില്ല, ചിലപ്പോൾ നാളെ കാണാം. കാരണം ഇതൊക്കെ സെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റിൻ്റെ വേറെ വേറെ മെറ്റീരിയൽസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും നമുക്ക് അടുത്ത യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വരുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത് പ്യുവർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കിൽ വരുന്ന 3 പീസാണ്. പ്യുവറിൽ അതെ അതെ, അജ്രക്കിൻ്റെ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 799 അല്ലെങ്കിൽ 500 തൊട്ട് പിടിച്ചോ. 500 തൊട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാം, പക്ഷെ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഇല്ല. അത് ആ കാര്യത്തിൽ നമുക്ക് മസ്റ്റാണ്. കളർഫുൾ ആയിട്ടൊരു ആലിയ ഡിസൈനാണ് വരുന്നത്. ഇത് ചിനോണാണ് വരുന്നത്, ചിനോൺ ഫാബ്രിക്കിൽ അല്ലേ. ഇതൊക്കെ നമ്മൾ നല്ലൊരു ഹിറ്റ് ഡിസൈനായിട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് അവൈലബിൾ അല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അപ്പുറത്തേക്ക് പോവാം. ഓക്കെ, ഇവിടെ നിൽക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതാവുമ്പോൾ നമുക്ക് ചിനോൺ ഫാബ്രിക്കിൽ നല്ല വലിപ്പമുണ്ടല്ലോ. ആലിയക്കട്ട് മോഡലല്ല, വീനെക്കാണ് കേട്ടോ. അതെ, വീനെക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രിൽ വർക്കിൻ്റെ ഫ്ലീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഒക്കെ ആ ഒരു മെറ്റീരിയൽ കാണണമെങ്കിൽ ഇതാ സ്ലീവിൻ്റെ മെറ്റീരിയൽ നോക്കി അറിയാം. ചിനോൻ്റെ ഫാബ്രിക് നല്ല ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കാണ് കേട്ടോ. ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ചിനോൺ ഫാബ്രിക് 3 പീസ് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് കൂടെ ദുപ്പട്ടയിൽ സൈഡിൽ ഇങ്ങനെ ലേസിന്റെ ഡീറ്റെയിലിംഗ് കണ്ടോ. കളറും അടിപൊളി, സൂപ്പർ കളർ അല്ലേ. ഇത് സൈസ് വലിയ സൈസാണ്. ഒരൊറ്റ പീസോളം വേണമെങ്കിൽ വേഗം മേടിച്ചോണ്ടോ കേട്ടോ. 44 മാത്രമേ ഉള്ളൂ ഇതിൽ, 44 സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മിററിൽ നോക്കുകയാണ് സൈസൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മളൊക്കെ ലാർജിൻ്റെ ആൾക്കാരാണ്, പക്ഷേ സൈസ് കൂടിയിട്ടുള്ളത് നമുക്ക് 3XL 4XL ഒക്കെ ഉണ്ടാവും അല്ലേ. 4XL നമുക്ക് എല്ലാത്തിലും കാണില്ല, എന്നാലും പറഞ്ഞാൽ ചെയ്ത് തരില്ല. കുർത്തീസിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടൈം എടുക്കും. നമ്മൾ പറയുന്നൊരു ടൈം ചെയ്യണം, പറഞ്ഞൊരു ടൈമിൽ. ഇതാ മോളിന്ന് ഒരെണ്ണം കൂടെ ആ ബ്ലാക്ക് അങ്ങനെ കുട്ടി മോളിന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിം കിട്ടിയിരിക്കണത് അല്ലേ? അല്ലല്ല, ഫാബ്രിക് സെയിം തന്നെ, വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഓക്കെ, പേൾസ് ആണ് ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇതിലും ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഹാൻഡ് വർക്ക് വ്യത്യാസമുണ്ട്, ഈ ഹാൻഡ് വർക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും വ്യത്യാസമായിട്ടുള്ള ഒരു വർക്കാണ്, പക്ഷേ ഫാബ്രിക് സെയിം ആണ് കേട്ടോ. സെയിം മെറ്റീരിയൽ ഫാബ്രിക് ഓർഗൻസയുടെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ.
3 പീസിന്റെ ഒരു പക്ഷെ സിംഗിൾ ഇടായിരിക്കും ബെറ്റർ. ഇതിന്റെ ബ്ലാക്കിൽ തന്നെ അപ്പൊ കുറെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ കാണാൻ പറ്റൂല. കുറെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഒക്കെ നമുക്ക് പ്യുവർ ഒറിജിനൽ ഐറ്റംസ് ആണ് ഇവിടെ കാണാൻ കിട്ടുന്നത്. അതുപോലെ ഇതൊക്കെ 3 പീസ് സെറ്റ് ആണ് വരുന്നത്. 3 പീസിൽ നമുക്ക് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട ജോർജറ്റ് മെറ്റീരിയലിൽ വിത്ത് ദുപ്പട്ട എടുക്കാം കേട്ടോ. ദുപ്പട്ടയിലും അത്യാവശ്യം വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഹാൻഡ് വർക്കിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ പാർട്ടി വെയർ കേട്ടോ. ഇത് പിടിക്കുമ്പോൾ എന്തൊരു സോഫ്റ്റ് നല്ല ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതിൻ്റെ 3 ഷെയ്ഡ്സ് ഉണ്ട്. നമുക്കിവിടെ മേശമ്മ വെച്ച് കാണിക്കാം. ഇതിൻ്റെ 3 ഷെയ്ഡ്സ്, അതും ഡിഫറെൻറ്റ്. ഇത് രണ്ടും സെയിം വർക്കാണ്, പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻറ്റ്. സെയിം വർക്കാണോ? പക്ഷെ കാണുമ്പോൾ ബ്ലാക്ക് ആട്ടോ കുറച്ചുകൂടി ഭംഗി വരുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കേട്ടോ. അപ്പോൾ ഇതിൽ ദുപ്പട്ട വരുമ്പോൾ പ്യുവർ ഓർഗൻസയിൽ സ്കാലപ്പ് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇങ്ങനെയായിട്ട് ആയിരിക്കും. ശരിക്കും പറഞ്ഞത് കാണുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാണ്ടിരിക്കാൻ തോന്നണില്ല. ഇതോ അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്തും അതുപോലെ തന്നെ എങ്ങനെയാണ് സൈസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വേറെ ചെയ്യുമ്പോൾ അതിനേക്കാളും ഭംഗിയായിരിക്കും. ഇതിൽ തന്നെ നമുക്ക് യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഒക്കെ സിൽക്കി മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. കണ്ടോ ഹാൻഡ് വർക്കൊക്കെ നല്ല അടിപൊളി കളക്ഷൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമുക്ക് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ചാനൽ ത്രൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്ര കുറച്ച് നേരം കൊണ്ട് ഇത്ര അധികം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഡിസ്പാച്ച് പോകാനുള്ളത് തന്നെ. അവിടുത്തെ നമ്മൾ നേരത്തെ കണ്ടു. അത് കൂടാണ്ട് ഇതാ ഇപ്പോൾ ഇവിടെ വീണ്ടും പാക്കിങ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ സാധനം ഉണ്ടാവില്ലേ? എത്ര ചോദിച്ചാലും തരും. കാരണം നമുക്ക് വെയർ ഹൗസ് ഉണ്ട്. അപ്പോൾ വെയർ ഹൗസിൽ സ്റ്റോക്ക് എപ്പോഴും വെച്ചോണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അടുത്തേക്ക് നോക്കിയാലോ? നമുക്ക് കുറച്ച് കുർത്തി സെറ്റ്സ് കാണാം. ഓക്കെ, ടോപ്പ് ആൻഡ് ബോട്ടം വരുന്ന കോട്ടണിൽ അല്ലേ? അതെ അതെ. അപ്പോൾ ഇത്ര നേരം പാർട്ടി വെയറിൽ കണ്ടു. ഇനിയിപ്പോൾ ഡെയിലി വെയറിൽ വേണമെന്ന് വെച്ചാൽ ഡെയിലി വെയറിൽ ഇപ്പോൾ ബ്രാൻഡിങ് ആണെന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ ബ്രാൻഡ് അത് പറയണ്ട. അത് നമുക്ക് വെബ്സൈറ്റിൽ കൂടെ കണ്ടാൽ മതി. ഏതൊക്കെ ബ്രാൻഡ് കുറേ ഉണ്ട്. പിന്നെ ഇവരുടെ ഓൺ പ്രൊഡക്ഷനും കൂടി ആയിട്ടുള്ളത് കുറേ ഉണ്ട്. കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതുണ്ട്. ഇത് 3 പീസ് അല്ലേ? അത് 2 പീസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കാണാൻ പോകുന്ന 2 പീസ് നമുക്ക് കുറച്ച് കണ്ടു നോക്കാം. ഓക്കെ, ഇത് കോട്ടന്റെ ജയ്പൂരി ഐറ്റമാണ്. ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. 60 കോട്ടൺ ട്ടോ. ഇത് കോട്ടണിൽ നമുക്ക് വലിയ വലിയ പ്രിന്റുകളൊക്കെ ആയിട്ട് അതിൽ പല പ്രിന്റ്സ് കിട്ടും. നമുക്ക് എങ്ങനെയാണ് ജയ്പൂരിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന സെയിം തന്നെ, പക്ഷെ നമുക്ക് ഇവിടെ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും. സിംഗിൾ പീസായിട്ട് കിട്ടും കേട്ടോ. ഇത് മസ്ലിൻ്റെ 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ കിടക്കുന്നില്ല. ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നെങ്കിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ A to Z അതിൻ്റെ മെറ്റീരിയൽ സൈസ് ലെങ്ത്ത് അതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് അത് വരെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ചിക്കൻ കാരിയിലാണ്. ഒരു പാച്ചിങ് മാത്രമേ ഉള്ളൂ, ബാക്കി ചെറുതായിട്ട് അല്ലേ? ചെറുതായിട്ട് ഒരു ചിക്കൻ കാരി ഒരു പാച്ച് എന്ന് വെച്ചാൽ ത്രെഡ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഫുൾ പക്ക ചിക്കൻ കറി എന്നും പറയാനും പറ്റില്ല കേട്ടോ. അതിൽ 3 പീസാണ് വരുന്നത്. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ അത്. പിന്നെ ഡിജിറ്റൽ വർക്കാണ്, പ്രിൻ്റാണ് ഇതിൻ്റെ അടിയിലത്തെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കളക്ഷൻ 3 പീസിൻ്റെ. ഇനി വരുന്നത് ഇതും ഒരു 3 പീസ് തന്നെയാണ്. കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അല്ലേ? കോട്ടൺ ഫാബ്രിക്കിലാണ്. പ്യുവർ കോട്ടൺ അല്ല, നമ്മൾ കുറച്ചൊരു ചെറിയൊരു മിക്സിങ് വരുന്ന കോട്ടൺ ആണ്. എന്നുവെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. കുറച്ചുകൂടി പ്യുവർ വരുമ്പോൾ അതിനനുസരിച്ച് അത് എന്തായാലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ മേടിക്കാൻ നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വരണം എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ മറ്റേ കലൂർ കൃപാസനത്തിൻ്റെ അടുത്തായിട്ട് വരും. അവിടെ നിന്നിട്ടൊന്ന് കോൾ ചെയ്താൽ മതി. ഡയറക്റ്റ് ഇങ്ങോട്ട് വരണമെങ്കിൽ വരാം. ഇനി ഇത് കൂടാണ്ട് കുറേ അഫോർഡബിൾ റേഞ്ചിൽ ഇതിനേക്കാളും റേറ്റ് കുറവിനുള്ളത്. പക്ഷെ അതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സൈസസ് ഒന്നും കിട്ടിയെന്ന് വരില്ല അടുത്ത സ്റ്റോറിലൊക്കെ ആകുമ്പോൾ. അങ്ങനെ 2 സ്റ്റോറുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കാണിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസസ് അവൈലബിൾ ആണ്. പക്ഷേ വേറൊരു സ്റ്റോറുണ്ട്, അത് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓഫർ സ്റ്റോർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എന്ന് പറയുമ്പോൾ ഉള്ളത് ഏതാണെന്ന് സൈസ് അത് മേടിച്ച് പോവാം. അത് നമുക്ക് 299 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 299, 399, 499, 599 അങ്ങനെ റേഞ്ചസ് മാറി പോകും. നമുക്ക് കുറച്ച് പ്രീമിയം കുർത്തീസ് നോക്കാം. ഞങ്ങളെല്ലാം കണ്ടിട്ട് തന്നെ പോകണല്ലോ അല്ലേ? ഇത് ചന്തേരിയിൽ വരുന്നതാണ്. ചന്തേരിയിൽ ഇതുപോലെ ഒരു സെൽഫായിട്ട് ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ്. വീവിങ് ആണ് കേട്ടോ. കാണുന്ന ഗോൾഡൻ്റെ ബൂട്ട വർക്കൊക്കെ ഇടയിൽ ഇങ്ങനെ പോയിട്ടുള്ളത് ചന്തേരിയിൽ വിത്ത് ലൈനിങ്ങിൽ വരുന്ന പാറ്റേൺ ആണ്. ഇതിൻ്റെ തന്നെ കളേഴ്സ് വരുന്നുണ്ട്. നല്ല കളറാണല്ലോ ഒക്കെ. ഇതാ ഒക്കെ നല്ല നല്ല കളർ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വരുന്നത്. 3 ഷെയ്ഡ്സ് ആണ് വരുന്നത്. നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വരുന്നത് കേട്ടോ.
പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമാണ്. ഭയങ്കര പറയാതിരിക്കാൻ പറ്റുന്നത്, എപ്പോഴും വീഡിയോസിൽ എടുത്ത് പറയുന്നതാണ്. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ്. പിന്നെ ചില സ്ഥലത്ത് നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ സൈഡ് പോർഷൻ ഇങ്ങനെ ബൾക്കി ആയിട്ട് നിൽക്കുന്ന ഒരു പിന്നെ, പക്ഷെ അതല്ല നമുക്ക് കറക്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിടക്കട്ടെ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന സൈസ് പറയുമ്പോൾ എക്സലാണ്, എനിക്ക് കുറച്ച് ലൂസ് വേണം, അല്ലാണ്ട് ലാർജ് സൈസ് എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ, പെർഫെക്റ്റ് കറക്റ്റ് പക്കയായിട്ട് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ഇത്തിരി ലൂസ് വേണത് കൊണ്ട് ഞാൻ എക്സലാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ വരുന്ന പാറ്റേൺസ് ആണ്. ഇത് കോട്ടൺ ഫാബ്രിക്കിൽ ഇത് ഏതൊരു ഒക്കേഷന് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ വെയർ ചെയ്യാം, ഏതൊരു ഫംഗ്ഷന് വേണമെങ്കിലും ഇടാം. അങ്ങനെ അത് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബുട്ടാസ് വരുന്ന പാറ്റേൺസ് അവൈലബിൾ ആണ്. സെയിം തന്നെ ബുട്ടാസ് വരുമ്പോൾ ഡിഫറെന്റ് വരുന്നതാണ്. ഇതിലാകുമ്പോൾ ലൈൻ ആയിട്ട് പോയിട്ട് ചിലതിൽ ഫ്ലവേഴ്സ് വരും, ചിലത് വേറെ ബൂട്ടാസ് വർക്ക് ആയിട്ട് വരും. അങ്ങനെ വ്യത്യാസങ്ങൾ നമുക്ക് കുറെ കാണാൻ പറ്റും. ഇതും ഖാദി കോട്ടണിൽ വരുന്നതാണ്. ഖാദി കോട്ടണിൽ 2 കളേഴ്സ് മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഒരു യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ടുള്ളത്. അത് മെറ്റീരിയൽ സൂം ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇതാ ബ്രാൻഡഡ് ആണ്. എൻ്റെ തെളിവ് വരുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു ഇത് കാണും. ഇതാ ഇത് ബ്രാൻഡഡ് വരുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു നമുക്ക് പ്രൂഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏതാ ബ്രാൻഡ് എന്താ ബ്രാൻഡ് എന്ന് നിങ്ങൾ തന്നെ വിളിച്ച് ചോദിച്ചോളൂ കാര്യങ്ങൾ. എന്തായാലും ബ്രാൻഡഡ് ഐറ്റം ഉണ്ട്, അതുപോലെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് ലൈറ്റ് കോട്ടണിൽ വരുന്ന വീനെക്കിൽ എ ലൈൻ പാറ്റേണിലാണ്. അതുപോലെ ബാന്തിനി പ്രിന്റ്സിൽ ബാന്തിനിയുടെ ഒരു പ്രിന്റ് ആണ്, ഒരു ടൈപ്പ് കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. ഒക്കെ പ്യുവറിൽ അല്ലേ. ഡിസൈൻസ് കുറച്ച് ഉള്ളത് കൂടുതൽ കാണിച്ചു പോകണം കേട്ടോ. അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്തിട്ടോ. എൻ്റെ അല്ല, പറഞ്ഞോ, ഇലൻഡ്ര ഡിസൈൻസ് യൂട്യൂബ് ചാനൽ കേട്ടോ. അപ്പോൾ ആ ചാനൽ ഫോളോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ഒറ്റ സിംഗിൾ പീസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ തുറന്ന് നിവർത്തി കാണിക്കും, പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് ഫുൾ ആളുകൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും, അതിൽ റേറ്റ് അടക്കം പറയട്ടെ. അപ്പോൾ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് കിടക്കാം. അടുത്ത കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് റേഞ്ച് ആണ്, സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കോട്ടണിൽ ലിനൻ മിക്സ് ആണ് വരുന്നത്. കോട്ടൺ ലിനൻ മിക്സിൽ കണ്ടോ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പറഞ്ഞു തരും, കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഫാബ്രിക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് ആ ഒരു ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും അവർ എന്താണ് ഫാബ്രിക്, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ചോദിക്കും അവർ. തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം പറഞ്ഞു തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ സൈസസ് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആയാലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പേടി കാര്യങ്ങളുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് സംസാരിച്ചോ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി. കാരണം നമുക്ക് ഒരു സൈസസ് അപ്പോൾ ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് അളന്ന് വരെ തരുന്നതാ ഇങ്ങനെ കാര്യങ്ങളാണ്. അല്ല ചിലർക്ക് അയ്യോ ഇത് ഇട്ട് കഴിഞ്ഞാൽ കയറുമോ, സൈഡ് ഫിറ്റ് ആവോ, അങ്ങനെ ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. ഇതാ ഇതും ആ ഒരു ഖാദി കോട്ടൺ ടൈപ്പാണ്. എ ലൈൻ ആണ് വരുന്നത്, വിത്ത് ലൈനിങ്ങിൽ വരുന്നതാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെയർ. സൈഡിലാണ് ഇതിൻ്റെ വർക്ക് പോയിരിക്കുന്നത് അല്ലേ, ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് പോയിരിക്കുന്ന സൈഡിലാണ്. സൈഡ് ചെറിയൊരു സ്ലിറ്റ് പോലെ ഉണ്ട് കേട്ടോ. പിന്നെ എ ലൈൻ ആണ് കോട്ടണിൽ. അതെ അജ്രക്കിൽ വരുന്നത്. സിമ്പിളായിട്ട് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. ഇതാ അടിപൊളി. ഇതിപ്പോൾ ഞങ്ങളുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇത് പാക്കിങ് കഴിയില്ലാന്ന് തോന്നുന്നുണ്ട്, അത്ര അധികം അവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഇപ്പോഴും ചെയ്ത് രണ്ടു നേരം പോലെ. അപ്പോൾ ഇത്രയും മാത്രം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ആവണമെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു ലേബിളും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോ അല്ലേ. അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ഹക്കോബയിൽ ഡിജിറ്റൽ വർക്കാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. ഹക്കോബ വേണമെന്ന് പറയുകയാണെങ്കിൽ അതിലിപ്പോൾ ഇത് ഫുൾ മൾട്ടി കളർ ഡിജിറ്റൽ പ്രിൻ്റാണ്. ഇപ്പോൾ ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇത് കോട്ടണിൽ തന്നെ വരുന്നതാണ്. സ്പെഷ്യൽ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. വാവ്, സിമ്പിളാണ് പക്ഷേ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അത് ഇപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതിനൊരു ഇന്നർ ഇട്ടാലും മതി. അപ്പോൾ ഇന്നർ ഇവിടെ കിട്ടും തീർച്ചയായിട്ടും. അതിനും പുറത്തേക്ക് പോകണ്ട. പക്ഷേ ഇന്നർ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ പറ്റില്ല അല്ലേ. ഓൺലൈനിൽ വാട്സപ്പ് ത്രൂ വാങ്ങിക്കാം, അല്ലാണ്ട് വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല. ഇന്നർ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് വാക്കിംഗ് കസ്റ്റമേഴ്സിനും അവൈലബിൾ ആണ്. കളർ ചേഞ്ച് ആണ് ഇതിന്റെ കളർ ഓപ്ഷൻസ് കേട്ടോ. ഇത് 3 ഷെയ്ഡ് ഉണ്ട് അല്ലേ. സൈസസും അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റോറിലാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈസ് ചോദിച്ചാലും ഉണ്ടാവും. ഇനി അടുത്ത സ്റ്റോറിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അവിടെ പോയി നോക്കേണ്ടി വരും നമുക്ക്. ഇതൊരു കുറച്ചൊരു റയോണിൽ വരുന്നതാണ്. അയ്യോ,
വീണ ഇമ്പോർട്ടഡ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുറച്ചൊരു പാർട്ടി വെയർ ആയിട്ടാണ് ഒരു ബെൽറ്റും ഡിസൈനർ ബെൽറ്റ് ഒക്കെ ആയിട്ട് വരുന്ന പാറ്റേൺ. അപ്പൊ ശരിക്കും പറഞ്ഞ 2 പീസ് കോൺസെപ്റ്റ് 1 2 ഞങ്ങളുടെ ഭാഷയിൽ 2 പീസ്. അപ്പൊ ഇതൊരു ബെൽറ്റ് ആയിട്ട് ഒരു ഫുൾ ഗൗൺ ആണ് കേട്ടോ വരുന്നത്. ഗൗൺ മോഡലിലാണ് അതിന്റെ ഒരു വർക്ക്. അപ്പോൾ അടുത്തത് ഇതൊരു ചന്തേരിയിൽ തന്നെ വരുന്നതാണ്. സോഫ്റ്റ് ചന്തേരിയാണ് വരുന്നത്, സ്ലിറ്റഡ് ആണ് വരുന്നത്. ഡബിൾ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. നമുക്ക് പുറമേ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ്, ആർക്കും ഇല്ലാത്തൊരു ഷെയ്ഡ്. വയലറ്റും ബ്ലൂവും സെപ്പറേറ്റ് ആയിട്ട് കുറേ കാണും. പക്ഷെ ഇത് ഞാൻ ഇട്ടിരിക്കണതല്ലേ അല്ല, ഇതിൽ നമ്മുടെ ഒരു ഹിറ്റ് ഡിസൈനാണ്. വിഷുവിൻ്റെ ഒരു എപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള ഒരു ഡിസൈൻ, നമ്മുടെ ഓൺ ഡിസൈനിൽ വന്നിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് വിഷു ആയാലും ഓണം ആയാലും എന്തായാലും ക്രിസ്മസ് ആയാലും ഏതൊരു സീസണായാലും ആ ഒരു ഫെസ്റ്റിവൽ സമയത്തുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. സിംഗിൾ പീസ് ആയിട്ട് മേടിക്കാനും പറ്റും കേട്ടോ. അപ്പൊ ഇത് ഒരു ഡിസൈൻ നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാവില്ല, കസ്റ്റമർ ഡിസൈൻ കൊടുത്ത് നമ്മൾ ചെയ്യിക്കുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ വർക്ക്സ് ഇപ്പം നിങ്ങൾക്ക് വേറെ മോഡൽ വേറെ പ്രിന്റ് ഇത് വേണമെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് അടിപൊളിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല, നമ്മുടെ ഒരു ഹിറ്റ് ഡിസൈൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഓർഡേഴ്സ് വരുന്ന പ്രോഡക്റ്റുകളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഷോപ്പിൽ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്താൻ പറ്റണില്ല അല്ലേ, എപ്പോഴും കസ്റ്റമേഴ്സ് മേടിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലേ. ഇതും നമ്മുടെ ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. ഒരു ഹൈനെക്ക് പോലെ ചൈനീസ് നെക്ക്. ഇതിൽ നമ്മൾ 2 പീസ് ആയിട്ട് ചെയ്തിരുന്നതാണ്. മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നഷ്ടബോധം അല്ലെങ്കിൽ കുറ്റബോധം അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയില്ല. കാരണം ആളുടെ ഒരു മൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ നല്ലത് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ നല്ലത് കൊടുക്കണം എന്നുള്ള ഒരു യുണീക്കായിട്ട് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ്. അപ്പോൾ ഇത്ര ബൾക്കായിട്ടൊക്കെ നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. എന്നാൽ പോലും സാധാരണക്കാർക്കും ഇതുപോലെ ഇടണം, അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു സ്റ്റോർ തന്നെ അവിടെ സെപ്പറേറ്റ് ആണ്. അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്നാൽ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്കത് ഓൺലൈൻ ത്രൂ ആയാലും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റോർ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമുക്ക് ആ ലാസ്റ്റ് വരെ കണ്ടാലാണ് ഫുൾ ഏതൊക്കെ സ്റ്റോർ എവിടെയാണെന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഒരു ഹിറ്റ് ഡിസൈനിൽ പെട്ടതാണല്ലേ. ഞാനിവരുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരുന്നത്. അതിലൊക്കെ നല്ല നല്ല കുർത്തീസൊക്കെ കണ്ടു കേട്ടോ. ഇത് നമുക്ക് കോട്ടണിൽ തന്നെ വരുന്നതാണ്, ഫുൾ എംബ്രോയ്ഡറിയുടെ വർക്കിൽ വരുന്നൊരു കളക്ഷൻ. ഇതാ അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലും അടിയിലും ഒക്കെ ഫുൾ വർക്ക്. ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ലെങ്ത്തും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്ത്താണ് കേട്ടോ വരുന്നത്. അടിപൊളി നന്നായിട്ടുണ്ട് മൊത്തത്തിൽ ഓരോ. ഇനി പാക്കിങ് ചെയ്തത് മതി. കുറേ നേരം ഏത് ഫ്രെയിമിൽ കൂടുതൽ നേരം നിന്ന് എൻ്റെ ഭംഗി ഗ്ലാമർ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇനി മാറി നിന്നോ, വെറുതെ പറഞ്ഞതാട്ടോ. എൻ്റെ അടുത്ത് നിന്നാൽ ഞാൻ കാണിക്കില്ല, എൻ്റെ അടുത്ത് നിന്നാളൊന്നും ഞാൻ കാണിക്കില്ല. ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന്. പോവാനൊരു ഗ്യാപ്പില്ല. പോവാൻ ഇത്തിരി സ്ഥലം തരും. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിലും നമുക്ക് എംബ്രോയ്ഡറിയുടെ വർക്ക് തന്നെയാണ്. നേരത്തെ കണ്ടത് വ്യത്യാസമുണ്ട്. ഇതും പറയുമ്പോൾ 1 സൈഡാണ് കേട്ടോ. ഒക്കെ നല്ല യൂണീക്കായിട്ടുള്ള ഡിസൈൻസ് അല്ലേ. നല്ല ഇത് ഇട്ട് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും, നല്ല കളർ ഷെയ്ഡും. ഇത് നമ്മുടെ ഓൺ ഡിസൈനാണ്, ഒരു പാർട്ടി വെയർ ഒരു സെമി ഗൗണാണ് അല്ലേ. ഞാൻ ഇടയ്ക്ക് അവിടെ മിററിലാണോ നോക്കണം കേട്ടോ. ഞാൻ എന്നെ തന്നെ മിററിൽ ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് ഇതൊക്കെ ശരിക്കും ഒരു പാർട്ടി വെയർ കളക്ഷൻ. സൂപ്പറാ, അടിപൊളി. വർക്കൊക്കെ നിങ്ങളുടെ ഓൺ തന്നെയല്ലേ? ഓൺ തന്നെ ചെയ്തിരിക്കുന്നത്. ടച്ച് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും കണ്ടോ. അതും ആ ഒരു പെർഫെക്ഷൻ ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കണ്ടോ. നല്ല ഒരു കട്ടിയിലും നല്ല ഇതിൽ അങ്ങനെ ചില ഹാൻഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈ ഉടായ്പ് കാണിച്ചിട്ട് അവിടുന്ന് ഇവിടുന്ന് അവിടെ ഫില്ല് ചെയ്യാണ്ട് വരിക, അങ്ങനെയല്ല. അത് പക്ക ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കണത്. ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണ് ഇതിലെ അജ്രക്കിൻ്റെ പാച്ച് വർക്കിൽ. അതിൽ ഹാൻഡ് വർക്കിൽ അതിൽ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒരെണ്ണം മസ്റ്റേർഡ് യെല്ലോ വരുന്നുണ്ട്, ഒരെണ്ണം ഡാർക്ക് പിങ്കിലും വരുന്നുണ്ട് കേട്ടോ. അജ്രക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള വർക്ക്സ്. ഇതൊരെണ്ണം റെഡിൽ ഗ്രീനൊക്കെ ആയിട്ട് നമ്മുടെ ക്രിസ്മസിൽ വന്നിട്ടുള്ള കളക്ഷൻസിൽ ഒരെണ്ണമാണിത്. അപ്പോൾ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും വിഷു ആയാലും ഈസ്റ്റർ ആയാലും ഏത് ടൈപ്പ് ആയാലും എല്ലാത്തിലും നമുക്കിവിടെ കളക്ഷൻസ് അവൈലബിൾ ആണ് അല്ലേ. ഇനി നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് നോക്കിയാലോ. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ്. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹിറ്റ് ഡിസൈനാണ്. ഇതൊന്ന് തുറന്നു. ഇതിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പാൻറ്റും ഇതും ലൈനിങ് ഉണ്ടാവില്ലല്ലോ. ലൈനിങ് ഉണ്ടാവില്ല, ചിലതിൽ ലൈനിങ് ഉണ്ടായിരിക്കും.
ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ നമുക്ക് നെറ്റിൻ്റെ ദുപ്പട്ടയാണ്. അതിൽ ഫുൾ നമുക്ക് ത്രെഡ് വർക്കാണ് കേട്ടോ പോയിരിക്കുന്നത്. പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലും പല നമുക്ക് വെറൈറ്റീസ് ഉണ്ട്. ഈ അൺസ്റ്റിച്ചഡ് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ റേറ്റ് വരുന്നത് 899 ആണ്. അതിന്റെ ഫാബ്രിക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഞാൻ 1000 മുകളിലാണ് ഞാൻ പ്രതീക്ഷ. ഇത് വെറും 899 ഉള്ളൂ. അതെ അതെ അതെ. അല്ല, അത് നമുക്ക് ഫൈബ്രിക് തൊടുമ്പോൾ സാധാരണ റീറ്റെയിലൊക്കെ എത്ര റേറ്റ് പോകുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ 1000 ഒരു 300 ആ ഒരു റേഞ്ചാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്നെ തെറ്റിച്ചുകൊണ്ട് വെറും 899. സൂപ്പർ. ഒരുപാട് നമുക്ക് കമന്റ്സ് വന്നൊരു പ്രോഡക്റ്റ് ആണത്. ഇതിലെ ഫാബ്രിക് ക്വാളിറ്റി ഉണ്ട്. അല്ല, അത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം കേട്ടോ. നല്ല തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടല്ലോ. അത് തന്നെയല്ല, എല്ലാതും നല്ലതാണ്. പ്രൈസ് വൈസ് നോക്കുമ്പോൾ ഇനി നിങ്ങൾ നേരിട്ട് വന്ന് ചോദിച്ചോളൂ. ഇത് കോട്ടച്ചക്ക മെറ്റീരിയൽ, അതിൽ ഫുൾ വർക്ക് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളതാട്ടോ. എംബ്രോയിഡറിയുടെ വർക്ക് ഡീറ്റെയിൽ 1199 ആ ഒരു റേഞ്ച് വരുന്നത്. 1199. പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ വൈസ്. ഇതാകുമ്പോൾ സ്റ്റിഫായിട്ട് കിടക്കും, അതാകുമ്പോൾ കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ്. ഇനി ഇത് കോൺട്രാസ്റ്റിൽ വരും. ഇത് കോൺട്രാസ്റ്റ്, ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് എടുക്കുന്നതാണ്. നിങ്ങളിങ്ങനെ കളേഴ്സ് പറയും? അതെ അതെ, നമ്മുടെ ഡിസൈനർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഇത് ചെയ്തിട്ട് ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ബോട്ടം അപ്പൊ നമ്മൾ തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റൂല ഇന്ന കളറിൽ, അങ്ങനെ ചെയ്യാം. ഓക്കെ. ഇതപ്പോൾ കോൺട്രാസ്റ്റിൽ വരുന്നത് ബോട്ടം. അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഇത് പിടിച്ചോളൂ. ദുപ്പട്ട വരുമ്പോൾ കോട്ട ചെക്കിൽ തന്നെ ഡബിൾ ഷെയ്ഡഡ് വരുന്നതാണ്. പ്രിന്റ് ആണ്, ഡബിൾ ഷെയ്ഡ് ആണ് വരുന്നത്. ഇത് ഡബിൾ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ആകെ 3-4 ഒക്കെ ഉണ്ട് കേട്ടോ. വൺ സൈഡ് നമുക്ക് ഗ്രീന് വരുന്നുണ്ട്, ഈ സൈഡ് വരുമ്പോൾ നമുക്ക് ബ്ലൂ വരുന്നുണ്ട്, നടുക്കിൽ മൊത്തം പ്രിന്റും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ബ്രഷ് പെയിന്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഹാൻഡ് പെയിന്റ് ആണ് വരുന്നത്. ഹാൻഡ് പെയിന്റിൽ ഇതിൽ കോൺട്രാസ്റ്റ് ആണ് നമുക്ക് വർക്ക് ഡ്രസ്സ് വന്നിരിക്കുന്നത്. ഇത് ദുപ്പട്ട വരുമ്പോൾ സെയിം ടോൺ ടു ടോൺ. അതിൽ പാൻറ് വരുമ്പോൾ നമുക്ക് മറൂൺ കോൺട്രാസ്റ്റ് മറൂൺ ആണ് കേട്ടോ. ഗ്രീൻ ഇങ്ങനെയായിരിക്കും വരാം അല്ലേ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ലെഗിൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ ഡിപ്പെൻസ് ആണ്. പിന്നെ വരുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ. ജോർജറ്റിൽ കുറച്ചുകൂടെ ഒരു ബൂട്ട വർക്ക്, അതിൽ കോപ്പറിന്റെ സെറിയിലാണ് കേട്ടോ ബൂട്ട വർക്ക് പോയിരിക്കുന്നത്. ദാമന്റെ സൈഡിലും നമുക്ക് ബൂട്ട വർക്ക് വന്നിട്ടുണ്ട്. ലൈനിങ്ങിൽ വരുന്നത് ഇതില്ലേ പുറമേ നമ്മൾ ഇനി മേടിക്കേണ്ട ആവശ്യമില്ല. ജോർജറ്റിന്റെ മെറ്റീരിയൽ ഒരുവിധം അങ്ങനെ. പിന്നെ ഇതിന്റെ ഈ ഒരു പോർഷൻ കണ്ടോ, അവർ സൈഡ് പോർഷനൊക്കെ നല്ല ക്ലീൻ പെർഫെക്റ്റോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ തയ്ച്ചിടുമ്പോഴില്ലേ അതിൻ്റെ ഒരു ഫിനിഷിങ് വരുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക കാണുമ്പോൾ. പിന്നെ നല്ല ഭംഗിയിലൊക്കെ ഹീലൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതാണ്. ചിനോണിൽ തന്നെ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള, പക്ഷെ നല്ല ഫാബ്രിക് നല്ലതാണ്, പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈപ്പ്. ഈ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളതാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പ്യുവർ ചിന്നോണ് വിട്ടിട്ട് ഒരു സെമി ചിന്നോനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ലോക്കൽ ഐറ്റം അല്ല. ഇതായാലും ഇതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ റേറ്റ് വരുമ്പോൾ കുറച്ച് പ്യുവറോ ഇതും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കോപ്പറിൻ്റെ സെറിയിൽ വരുന്നത് ചെറിയ 699 ആ ഒരു റേറ്റിലൊക്കെ വരുന്നുള്ളൂ. ഒന്നുകൂടി റേറ്റ് പറഞ്ഞേ അല്ലേ? 699 ഈ അൺസ്റ്റിച്ച് മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും റേറ്റ് കുറവിന് കൊടുക്കുമ്പോൾ റേറ്റൊക്കെ പറഞ്ഞൂടെ. പക്ഷെ റേറ്റ് എല്ലാത്തിനും നമുക്ക് എടുത്ത് പറയാനും പറ്റില്ല. എന്ന് വെച്ചാൽ വെബ്സൈറ്റിലും പിന്നെ ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇന്ന് കണ്ടതാവില്ലല്ലോ നാളെ കണ്ട്. ഇതൊക്കെ സെയിലായി പോകുന്നതായിട്ടാണ്. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുക അവിടെ 10, 400, 500 ഓൾറെഡി പാക്കിങ് കഴിഞ്ഞ് വെച്ചത്. പിന്നെ ഇതാ ഇവിടെ പാക്കിങ് ചെയ്ത് വെച്ചത്. അപ്പോഴേക്കും ഇതൊക്കെ സെയിലായി പോയിട്ടുണ്ടാവും. പുതിയ കളക്ഷൻസ് ഇഷ്ടം പോലെ വരും കേട്ടോ അപ്പോഴേക്കും. ഇതും ലിനനിൽ വരുന്നതാണ്, ലിനൻ മിക്സിൽ വരുന്നതാണ്. ദുപ്പട്ടയും സെയിം മെറ്റീരിയൽ അല്ലേ? അതെ അതെ, സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്നത്. അപ്പോൾ ഒരു സെമിയിൽ വേണമെങ്കിൽ പെടുത്താം. അതെ, സെമിയിൽ നമുക്കൊരു ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സെയിം ടോൺ ടു ടോണിലാണ് പാൻറ്റും വരുന്നത് കേട്ടോ. നല്ല പണിയായില്ല ഞാൻ, കാരണം ചേച്ചി എന്തിനാ വന്നത് എനിക്ക് പണി തരാനായിട്ട് അല്ലേ. അടുത്തത് വൺ സ്റ്റിച്ച് മെറ്റീരിയൽ തന്നെ. ഇതിൻ്റെ ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ദുപ്പട്ട കോൺട്രാസ്റ്റ് ആണ്, ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത്. പാൻറ്റും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. അത് കണ്ടോ, ഇങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ഭംഗി അറിയില്ല. എന്താ ബ്ലാക്കിലും നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടറുടെ വർക്ക്, കമ്പ്യൂട്ടർ ത്രെഡിൻ്റെ
അപ്പോൾ കളക്ഷൻസ് നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. മെറ്റീരിയൽസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാം നമുക്ക് പോസിബിൾ അല്ലാന്ന് കാണിക്കാം. എന്തായാലും നിന്നോടത്ത് നിൽക്കണ്ട, ഇനി ഇങ്ങോട്ട് ഒന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എന്താ സംഭവം? അത് നമുക്ക് സാരീസ് ആണ്. സാരീസിൽ വരുമ്പോൾ കുറച്ചൊരു ഡിസൈനർ വെയർ ആയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. കൂടുതലും കസ്റ്റമേഴ്സ്, വാക്കിംഗ് കസ്റ്റമേഴ്സിനാണ് അതിനുള്ളൊരു സൗകര്യം നമ്മൾ കൊടുക്കാറ്. ഓൺലൈനിൽ അങ്ങനെ ഇല്ല? ഓൺലൈനിൽ കൊടുക്കാറുണ്ട്. നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സ് എടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ സാരീസിന്റെ കളക്ഷൻസ് ആണ്. അപ്പൊ കുറച്ച് എന്ന് വെച്ചാൽ ഒരു ഡിസൈനർ പീസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു പീസ് പോലെ. പിന്നെ ഈ കാണുന്നത് മൊത്തം നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് നമ്മൾ കാണിച്ചത്. കൂടാണ്ട് കുറച്ച് അപ്പൊ ഡിസൈനർ സാരീസ് നമുക്കൊന്ന് കുറച്ച് ഒരു 3-4 കണ്ടോക്കെ പറഞ്ഞോളൂ. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. അതിൽ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ പിന്നെ ചെറിയ ബോർഡേഴ്സ് വരുന്നുണ്ട്. ഇൻസൈഡ് ഇതാ ഇതുപോലുള്ള വോക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് വീവിങ് ആണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും വന്ന് ഇങ്ങനെ നമുക്ക് ഈ ഡയറക്റ്റ് ക്യാമറ കൂടെ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ നമുക്ക് അറിയാൻ പറ്റില്ല. അതിൻ്റെ ഒരു വ്യത്യാസം വേറെ ഉണ്ട്. പക്ഷെ എന്തായാലും മേടിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നഷ്ടബോധം നമുക്ക് തോന്നില്ല. ആ കൊടുത്ത കാശിനുള്ളത് ഉണ്ട്. അത്രയ്ക്കും മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ബ്ലാക്ക് ഇനി ഇതിൽ ഏത് ബ്ലൗസാണ് ഞാൻ ഇടാന്ന് ആലോചിക്കണേ. കുറച്ച് ബഡ്ജറ്റ് റേഞ്ച് ആണ്. 1099 റേഞ്ചാണ് വരുന്നത് കേട്ടോ. ഞെട്ടിച്ചോണ്ടിരിക്കല്ലേ, കുറെ നേരം ഞെട്ടിച്ചോണ്ടിരിക്കണു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതൊക്കെ ആ ചുടിദാർ നമ്മുടെ അൺസ്റ്റിച്ചഡ് ഒക്കെ എന്ന് പറഞ്ഞില്ലേ, ഒരു 899 699 എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നല്ല മെറ്റീരിയൽ വൈസ് ഒക്കെ നല്ലതാട്ടോ. പോണേക്കാളും മുന്നേ വേണമെങ്കിൽ വേഗം മേടിച്ചോ. അത് വേറെ വല്ലവരും മേടിക്കുന്നേക്കാളും മുന്നേ. ഇത് ഹാൻഡ് ബ്ലോക്ക്ഡ് ആണ് കേട്ടോ. ഹാൻഡ് ബ്ലോക്കിൽ വന്നിട്ടുള്ളതാണ്. ഇതില് നമുക്ക് ബോഡി ഫുൾ ഈ വർക്കും അതുപോലെ തന്നെ ഇതല്ലേ ഈ പ്ലെയിനിൽ വിത്ത് ബോർഡർ ആയിട്ട് വരും. ഇത് സ്ലീവിലേക്കുള്ള വർക്കാണ് കേട്ടോ ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുന്താണി വരുമ്പോൾ ഇതിങ്ങനെയാണ്. ഇതാ ഇത് മുന്താണിയുടെ പോർഷൻ. പിന്നെ ഒരു ടെസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കളേഴ്സ് ആയിട്ട് ഇതല്ലേ പ്രിന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഇതൊക്കെ ഡിഫറെന്റ് പ്രിന്റ്സിൽ വരുന്നത് അല്ലേ. അങ്ങനെ ബ്ലോക്ക് പ്രിന്റിൽ തന്നെയാണ് വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. ഹാൻഡ് ബ്ലോക്ക് അത് സ്പെഷ്യലായിട്ട് പറയണം. പ്രിന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ഇതിലാണ് നമ്മൾ. ഹാൻഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ മരത്തോണ്ട് നമ്മള് കൈകൊണ്ട് നമ്മൾ സാധാരണ രാജസ്ഥാനിലൊക്കെ പോയപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ജയ്പൂരിൽ പോയപ്പോൾ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്രിന്റുകൾ അത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ മെഷീൻ മെയ്ഡ് അല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത് വാഷ് ചെയ്താലും അങ്ങനെ സൂക്ഷിച്ചൊക്കെ വാഷ് ചെയ്യണം. അത് കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് കൈകൊണ്ട് തന്നെ വാഷ് ചെയ്യണം കേട്ടോ. മെഷീനിലിട്ട് നശിപ്പിക്കല്ലേ. ഓരോ ഫാബ്രിക്കിനും ഓരോ കെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ആ കെയർ വരെ നിങ്ങൾ വെബ്സൈറ്റിൽ അതെ നമ്മൾ വാട്സപ്പിൽ അല്ല വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം പറയാറുണ്ട് ഏത് ഫാബ്രിക്കിനും എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയാറുണ്ട്. ഡ്രൈ വാഷ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ഡ്രൈ വാഷ് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ഡ്രൈ വാഷ് ആണ് ചെയ്യേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്കത് കാലാകാലം കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കെയറിങ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അത് ഡ്രസ്സായാലും ശരി, മനുഷ്യന്മാരായാലും ശരി, സ്വർണ്ണത്തിൻ്റെ ജ്വല്ലേഴ്സ് എന്തായാലും അത് നമ്മുടെ ഒരു ഇതാണ്. പിന്നെ കുറേയൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയാം. എന്നാലല്ലേ നമുക്ക് അടുത്ത ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മേടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇനി ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ബോട്ടത്തിന്റെ കളക്ഷൻസ് ആണ് വരുന്നത്. ബോട്ടം കംപ്ലീറ്റ് ആയിട്ട് ബോട്ടം, സ്ട്രെയിറ്റ് ബോട്ടം വരുന്നുണ്ട്, ലൂസ് ബോട്ടംസ് വരുന്നുണ്ട്, അങ്ങനെ വരുന്നതാണ് എല്ലാം. ഇപ്പം ഈ ബോട്ടം വെയറും നമുക്ക് വെബ്സൈറ്റിൽ മേടിക്കാൻ കിട്ടുമോ? അത് വാട്സപ്പ് ത്രൂ ആയിരിക്കും നമ്മൾ കൂടുതലും ആഡ് ചെയ്യുന്നത്. ഓക്കെ. വെബ്സൈറ്റിലല്ല, വാട്സപ്പിൽ നമുക്ക് അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ വിളിക്കുക, യൂട്യൂബ് വഴിക്ക്. എന്തായാലും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ എപ്പോൾ നോക്കിയാലും ശല്യം ചെയ്തു ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഈ ബോട്ടം വെയറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതാ ഞാൻ ഇട്ടിരിക്കുന്നത്. ബോട്ടം ഇവിടുത്തെ തന്നെയാണ്, സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട്. ഇനി ഒരു കൂളിംഗ് ഗ്ലാസും കൂടി കിട്ടിയ അടിപൊളി. ബ്രാൻഡഡ് അതും കൂടി എടുത്ത് പറയണം. ലോക്കൽ പുറമേ നിന്ന് കിട്ടുന്ന ഐറ്റം അല്ല, കുറച്ച് നല്ല മെറ്റീരിയലാണ്, കംഫർട്ടബിൾ ആണ്. വൺ സൈഡ് പ്ലെയിനും വൺ സൈഡ് ഇതെന്തിനും ഞാനിങ്ങനെ കാണിക്കില്ല, അവിടെ നിന്ന് എടുത്ത് കാണിച്ചൂടെ? അതല്ലേ നല്ലത്. ഏതാ എടുത്ത് കാണിക്കട്ടെ? ബോട്ടം വരെ എവിടെ ഇരിക്കണമെന്ന് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ഒന്ന് എടുത്ത് കാണിച്ചെന്ന്. പിന്നെ നമ്മൾ നോർമൽ കുർത്തീസിൻ്റെ സൈസ് അല്ല, ഒരു സൈസ് കൂടുതൽ അപ്പ് മേടിക്കാവുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇതാ ഇത് വാഷ്ഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന, ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ് ആയിട്ട്. ഒരു 6 വാഷ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്നതാണിത്. കംപ്ലൈൻറ്റ് വരില്ല? ഇല്ല, ഒരു കംപ്ലൈൻറ്റും വരില്ല.
അത്രയും വാഷ് കഴിഞ്ഞ് വരുന്ന ഒരു ഫാബ്രിക് ആയതുകൊണ്ട് നോർമലി വരുമ്പോൾ കുറച്ച് ചുരുങ്ങുമല്ലോ, അങ്ങനത്തെ ഇതൊന്നും ആകാതിരിക്കാൻ വേണ്ടി സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. പിന്നെ ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയാം, നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഇത് തന്നെയാണ് വരുന്നത്. 5,400 ഇതിന്റെ റേറ്റ് വരുന്നത്. ബ്രാൻഡ് ഏതാന്നുള്ളത് നമ്മൾ പറയുന്നില്ല, പക്ഷെ നല്ല എക്സ്ക്ലൂസീവ് ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. 2 സൈഡ് പോക്കറ്റ്, പിന്നെ എലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ പല രീതിയിലുണ്ട്. പിന്നെ പാക്കിംഗ് നോക്കുകയാണെങ്കിൽ നല്ല റോയൽ പ്രീമിയം പാക്കിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടത്തിൽ വരുന്നതാണ്. ബ്രാൻഡഡ് തന്നെയാണ്. 479 റേഞ്ച് വരുന്നതാണ് ഇതില്ലേ. ഇതാണ് തോന്നുന്നു ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് എൻ്റെ എന്ന് പറയുമ്പോൾ 1 സൈഡ് പ്ലെയിനും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ എലാസ്റ്റിക് ആണ് വരുന്നത്. സ്ട്രെച്ചബിൾ ആണ്, നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നതാണ്. 2 സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നത്. 2 സൈഡ് അല്ലേ ഒക്കെ ബ്രാൻഡഡിൽ വരുന്നത്. നോർമൽ ആ ഒരു ലെഗിൻസ് അങ്ങനെയല്ല. ഇത് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് ടീഷർട്ട് വേണമെങ്കിൽ ടീഷർട്ട് ഇടാം, ക്രോപ്പ് ടോപ്പ് വേണമെങ്കിൽ ക്രോപ്പ് ടോപ്പ്, അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുക. ചുടിദാർ ഇടുന്നവർ, നമ്മളിപ്പോൾ കുർത്തി ഇടുന്നവരാണെങ്കിൽ കുർത്തിയുടെ അടിയിലും വേണമെങ്കിൽ. അപ്പോൾ എത്ര തവണ നമുക്ക് യൂസ് ചെയ്യാം? 2 in 1, 3 in 1 ആയിട്ട്. അപ്പോൾ വെസ്റ്റേൺ വെയർ വേണമെങ്കിൽ അതിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, എത്നിക് വേണമെങ്കിൽ എത്നിക്കിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർമലായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് ഈ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഉണ്ടല്ലേ? ആഹാ, നമ്മളൊന്നും വീഡിയോയിലൊന്നും ഇതുവരെ ഓൺലൈനിൽ കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണോ? ഷോപ്പ് കസ്റ്റമേഴ്സ്, വാക്കിംഗ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. എല്ലാം കൂടെ കാണിക്കാൻ പറ്റുന്നില്ല. ഡെയിലി അപ്പോൾ എത്ര വീഡിയോ ഇടുക? അങ്ങനെ ഒരു 3 വീഡിയോസ് ഡെയിലി മാക്സിമം. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ 3 വീഡിയോസ് ഇടാൻ പറ്റാറില്ല. എന്തായാലും 2 വീഡിയോസ് ഉണ്ടാവും. 2 വീഡിയോ. അത് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും, 1 മിനിറ്റിൻ്റെ. അത് ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് ആണ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് ഇത് ഒരു കാഷ്വൽ ആയിട്ടുള്ള കോട്ടൺ ബോട്ടം. ഒരുപാട് എൻക്വയറി, നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് നല്ല റിവ്യൂ കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതും വാഷ്ഡ് കോട്ടൺ ആണ് വരുന്നത്. കുറച്ച് ലൂസ് ബോട്ടംസ്, ഇപ്പോൾ 2 വീലേഴ്സിലൊക്കെ യാത്ര ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആണ്, വളരെ കംഫർട്ടബിൾ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-50 കളേഴ്സിന് മേലിൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞു. ഈ സെയിം പ്രോഡക്റ്റ് അല്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ ആയിട്ടും യൂസ് ചെയ്യാം. നമുക്ക് മുകളിൽ എന്തെങ്കിലും ടീഷർട്ടോ ക്രോപ്പ് ടോപ്പ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രീതിയിലും നമുക്ക്. അപ്പോൾ പാൻസിൻ്റെ ഒരുപാട് ബോട്ടം വെയറിൽ തന്നെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഒരെണ്ണോടെയും കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം ബോട്ടം വെയർ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ എല്ലാതും ഒന്നാണ്. മെറ്റീരിയൽ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഫിറ്റിംഗ് നോക്കുമ്പോഴും വ്യത്യാസമുണ്ട്. ഓരോന്നിനും ഓരോ ഫിറ്റിംഗ് ആയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഇതൊരു രീതിയാണ്. അപ്പോൾ ഇതിൽ സൈസസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? സൈസസ് ലാർജ് ടു XXL 3XL അങ്ങനെ വരുന്നുണ്ട്. എൻക്വയറീസ് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ സൈസ് വേണ്ടതൊക്കെ നമുക്ക് അവിടെ. അപ്പോൾ ഈ ബോട്ടം വെയർ അവിടുത്തെ ഷോപ്പിലും ഉണ്ട്? അവിടുത്തെ ഷോപ്പിലും ഉണ്ട് അല്ലേ? ഒരുപാട് കളക്ഷൻസ് കാണില്ല, എങ്കിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോയാലോ? ഇതെല്ലാം കുർത്തീസ് ആണ് വരുന്നത്. നമ്മളിത് കാണിച്ചു കഴിഞ്ഞാൽ തീരില്ല, അത് മാത്രം കുർത്തീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതും മെറ്റീരിയൽസ് ആണ് ബഡ്ജറ്റ് റേഞ്ചിൽ. ഞാൻ ഒരു മെറ്റീരിയൽ കാണിക്കാം. ഇത് 675 റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഹിറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ ഇത് യോക്ക പോർഷനും അതുപോലെ ഇത് നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ ഒരു ഡിഫറെന്റ് അതാണോ? അതല്ല, ഫാബ്രിക് ഇത് വരുമ്പോൾ സെമി സിൽക്ക് ഫാബ്രിക് ഒക്കെ ചേഞ്ച് ആണ് വരുന്നത്. പക്ഷേ 675 ഉള്ളൂ. നല്ല ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതെല്ലാം അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഈ 700ന്റെ ഉള്ളിൽ. അതെ ഏകദേശം. അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒരു 799 പറയാം. 599 മുതൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, വ്യത്യാസങ്ങൾ വരില്ല. ഇനി വൈറ്റ് വേണം എന്ന് പറയുന്നത് എനിക്ക് വൈറ്റ് മാത്രമായിട്ടുള്ളതുണ്ട്. ഇതും നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു വെസ്റ്റേൺ. പക്ഷെ വെസ്റ്റേൺ ആയിട്ടും യൂസ് ചെയ്യാം, അതല്ലാതെ എലൈൻ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇത് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്. നമുക്ക് നോർമൽ ഒരു ഡ്രസ്സ് പോലെ വെറുതെ ഇട്ടാൽ മതിയിട്ട് ലെഗിൻസ് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഇടേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഒരു എലൈൻ പോലെ വെസ്റ്റേൺ ടച്ചിൽ വരുന്ന അതിൽ തന്നെ നമുക്ക് വൈറ്റിന് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ സൈസസ് ആണ് കേട്ടോ. അതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഇതൊക്കെ ഒരു എല്ലാം ഒരു വെസ്റ്റേൺ ടച്ച് വരുന്ന കുർത്തീസാണ് വരുന്നത്. പിന്നെ നോർമലായിട്ട് ഇങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജയ്പൂരി കളക്ഷനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ അപ്പോൾ കളർ ഓപ്ഷൻസ് എങ്ങനെയാണ്? അപ്പോൾ ഇതൊക്കെ ജയ്പൂരി പ്രിന്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനിയും കുറേ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. അതെ, ഇത് ഒരു നമ്മുടെ ഓണം സ്പെഷ്യൽ കുർത്തീസിൽ വരുന്നതാണ്. നല്ലൊരു ബ്രാൻഡാണ്. നടുക്കി കൂടെ ഇങ്ങനെ ലൈൻ പോയിട്ടുണ്ട് അല്ലേ, ഗോൾഡൻ. അത് ലൈനാണോ പ്രിന്റ് ആണോ? ആകെ ഒരു പിന്നെ ബ്രാൻഡ്, അയ്യോ ഞാൻ പറയട്ടെ, ബ്രാൻഡ് വേണ്ട, കണ്ടു കാണും. ബ്രാൻഡ് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമല്ലോ, പറയാനേ പാടില്ലാത്തതുള്ളൂ, കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ അങ്ങനെ നല്ല നല്ല ബ്രാൻഡ്സൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്കൊരു കേരള ട്രഡീഷണൽ വെയർ ആയിട്ട് നമുക്ക് പെടുത്താം. ഇത് നല്ല അടിപൊളി സംഭവമാണല്ലോ. ഇതെന്താ? ഇത് നമുക്കൊരു പാർട്ടി വെയർ, ഒരു എന്താ പറയുക, ഒരു ക്രോപ്പ് ടോപ്പ് വിത്ത് സ്കേർട്ട് ദുപ്പട്ട വരുന്ന ബഡ്ജറ്റ് റേഞ്ച് ആണ്. നമുക്കിത് വലിയൊരു റേഞ്ചിലേക്ക് വരുന്നില്ല. ഇനി ഞെട്ടിക്കോ? ഇത് പിടിച്ചോ. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് സ്കേർട്ട് അടിപൊളി, ഇതിങ്ങനെ ക്രോപ്പ് ടോപ്പായിട്ട് വരുന്നതാണ്. പിന്നെ ദുപ്പട്ട, പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ഓർഗൻസയിൽ ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്ലീവ് ഉള്ളിലായിട്ട് ഇൻസൈഡ് സ്ലീവ് ഉണ്ടാവും. നിങ്ങൾക്ക് സൈസ് മാർജിൻ ഉണ്ടാവും. അത് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ബ്ലൗസ്. അപ്പോൾ ഇത് പേസ്റ്റൽ ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കാണുന്നുണ്ട്. ഇതും ഇതിൻ്റെ തന്നെ കളക്ഷൻ ആണെന്ന് തോന്നുന്നു. ഇതിൽ ഫാബ്രിക് കുറച്ച് ചേഞ്ച് ഉണ്ട്. ഇത് പലാസോ വരുന്നൊരു ടൈപ്പാണ്. ഓക്കെ, എലിഫന്റ് പാൻറ് അല്ലേ? ഒരു സ്കേർട്ട് പലാസോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ടോപ്പ് ആണെങ്കിൽ നമുക്ക് ക്രോപ്പ് ടോപ്പ് ആണെങ്കിൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ ആ ഒരു ഇതിലും വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിട്ടായിരിക്കും വരാം അല്ലേ? അതെ അതെ. ഇതാ അതുപോലെ ഇതിൻ്റെ കൂടെ വരുന്നത് ജാക്കറ്റ് ഷ്രഗ് ആയിരിക്കും. എനിക്ക് അതിൻ്റെ ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തു. കാരണം ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിന് പകരം നമുക്കിങ്ങനെ ഷ്രഗ് ആയിരിക്കും വരാം കേട്ടോ. ഇത് LXL XXL വരുന്നത് 2,999 മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത്. വെറും 2,999. ഇത് ശരിക്കും നമ്മൾ കസ്റ്റമൈസേഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റേഞ്ച്. ഇത് 5,000 6,000 ആ ഒരു റേഞ്ച് നിങ്ങൾ ബുട്ടിക്കിൽ പോയാൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? പക്ഷെ അതിനേക്കാളും പകുതി റേറ്റിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വെറും 2,999. അതും നല്ല ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷനാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട്. ഇത് ബ്ലാക്ക് എടുത്ത് നോക്കാം. ഇതിവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അല്ലെങ്കിൽ ഇത് ഞാൻ മിസ്സാക്കി കളഞ്ഞേനെ. ഇത്രയും നല്ല കളക്ഷൻ ഉണ്ടായിട്ട്. ഇതിൻ്റെ കൂടെ സെയിം ആ ഒരു സ്കേർട്ട് പാൻറ്റ് ടൈപ്പ് ആയിട്ടുള്ളത്, പിന്നെ ഷ്രഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇത് വരുന്നത്. ഷ്രഗ് വരുന്നത് സെയിം മെറ്റീരിയൽ. അതെ അതെ. പക്ഷെ ഇത് സ്ലീവ് വരുമ്പോൾ നമുക്കൊരു ബട്ടർഫ്ലൈ സ്ലീവ് പോലെയാണ് വരുന്നത്. ഒരു അംബ്രേല സ്ലീവിൽ വേണമെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും പറ്റും. 3/4 ആക്കണമെങ്കിൽ 3/4 ആക്കാം. അപ്പോൾ സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ അടിപൊളി. അങ്ങനെ ലോ റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് മെറ്റീരിയലിന് ലോ ആക്കുന്നില്ല ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കളക്ഷൻസ് ആയി. ഇപ്പം ഇനിയും കുറേ കുർത്തീസ് ആണ്. ഇതെല്ലാം എംബ്രോയിഡറി, അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള കുർത്തീസ് ആണ്. എംബ്രോയിഡറി വരുന്ന പാർട്ടി വെയർ ആയിട്ടോ സെമി പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ കുറച്ച് ഇന്നർ വെയറും കൂടി മുകളിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡ്സ് ഉള്ളതൊന്ന്? നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്ലോസം ആണ് ചെയ്യുന്നത്. ബ്ലോസം ബ്രാൻഡ് അതിപ്പോൾ എല്ലാവർക്കും അറിയാം, കസ്റ്റമേഴ്സിന് അറിയാവുന്നതാണ്. പിന്നെ വരുന്നത് വിസ്മയുടെ ഒരു ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് വിസ്മയ. അപ്പോൾ വിസ്മയുടെ അത്യാവശ്യം നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു. അതിൽ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. അതിലിത് ബ്രാസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പാൻറ്റീസും ഉണ്ട്, ബ്രാസ് ഉണ്ട്, സ്ലിപ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് ഉണ്ട് അല്ലേ? അതെ അതെ അതെ. പിന്നെ വരുന്നത് ഡെയ്സിഡി എന്ന് പറയുന്ന ബ്രാൻഡ് വരുന്നുണ്ട്. അതെ. ഇത് ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരെണ്ണം. ബ്രാ എന്താ സംഭവം എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ്. ഇത് പാഡഡിൽ വരുന്നതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഒരുപാട് നല്ല നല്ല എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ട്. അതിൽ വിത്ത് പാഡഡ്, വിത്തൗട്ട് പാഡഡ്, ഹൈ കവറേജിൻ്റെ ഉണ്ട്, ലോ കവറേജ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ എന്താണ് ഡിമാൻഡ് അനുസരിച്ചിട്ട് എല്ലാതും ഉണ്ടാവും. സൈസസ് നിങ്ങൾ പറയുന്ന സൈസ്. പക്ഷേ ഇത് ഓൺലൈനിൽ നമുക്ക് കൊടുക്കും. ഓൺലൈനിൽ കൊടുക്കും. നമ്മൾ അതിനായിട്ട് സ്പെഷ്യലായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇന്നേഴ്സിൻ്റെ ആണെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ വേണമെന്ന് നമുക്ക് പറയുന്നവരോട് തീർച്ചയായിട്ടും നമുക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്ത് അങ്ങനെ. അപ്പോൾ അതിൻ്റെ സൈസസിന് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വരാം. നോർമലി ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സൈസസിൻ്റെ ഇഷ്യൂസ് വരാറില്ല. പക്ഷെ എന്നാൽ പോലും ബൈ ചാൻസ് ഇപ്പോൾ പുതിയതായിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ എന്തെങ്കിലും സൈസസിൻ്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇന്നേഴ്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യില്ല. ഇന്നേഴ്സും അത് തന്നെ ബോട്ടം വെയേഴ്സും എക്സ്ചേഞ്ച് ചെയ്യാറില്ല. ബാക്കിയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ അത്യാവശ്യം ഒരുപാട് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എക്സ്ചേഞ്ച് അങ്ങനെ വരാറില്ല. അതാണ് ഒരു 100-1 അല്ലെങ്കിൽ ഒരു 1000-1 അങ്ങനെയൊക്കെ വരാറുള്ളൂ. അപ്പോൾ ഞാൻ അതാണ് ക്ലിയർ ചെയ്തത്. കാരണം ഇന്നർ വെയർ ആണ് സംഭവം. 1 ടൈം യൂസ് ആണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ യൂസ് ചെയ്താൽ മതി. അതിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഇവിടുത്തെ ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഉള്ളതിൽ കുറച്ചാണ് കാണിച്ചിട്ടുള്ള. ബാക്കി ഡീറ്റെയിൽ ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൻ്റെ പേര് വരുന്നത് ഇലൻട്ര ഡിസൈൻസ് ബൈ നിമ്മി. അത് കൂടാണ്ട് നമുക്ക് വെബ്സൈറ്റിൻ്റെ പേര്
ഇലണ്ട ഡിസൈൻസ് തന്നെയാണ്. സെയിം അതൊക്കെ ലിങ്ക് കൊടുക്കുക. ഇത് അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അതിൽ കാണാൻ പറ്റും. വെറൈറ്റി ഇനിയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്കൊരു ഓഫേഴ്സ് ഉണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കടയും കൂടി ഉണ്ട്. അതിൽ നിസ്സാരം എന്ന് വെച്ചാൽ സാധാരണക്കാർക്കും ബ്രാൻഡഡ് യൂസ് ചെയ്യാം. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അപ്പം ഇപ്പം തന്നെ ഓൾറെഡി 1 hour മേലെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി യൂണിറ്റ് ഉണ്ട്, വെയർ ഹൗസ് ഉണ്ട്. അത് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോയില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് അപ്പോൾ പോകാം. ഓക്കെ, വരും. 10 അടി നടക്കുമ്പോഴേക്കും ഇതാ അടുത്തൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. ഒക്കെ 299, 399, 499. അപ്പോൾ അതിനേക്കാളും റേറ്റ് കുറവിനും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒക്കെ വൻ വില കുറവിൽ വെറും 299 ആണ് സ്റ്റാർട്ടിങ്. ചിലപ്പോൾ അതിനേക്കാളും റേറ്റ് കുറവിന് കിട്ടിയാലോ, ഒന്ന് കയറി നോക്കിയാലോ. അപ്പോൾ ഡിസ്പ്ലേയിൽ തന്നെ കണ്ടോ 399 നല്ല അടിപൊളി കുർത്തീസാണ്. സെയിം ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതൊക്കെ എന്താ ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നതാണ്. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടു. ഇത് 299. ഇത് കുർത്തി മാത്രമാണ് അല്ലെങ്കിൽ 2 പീസ് ആണ്. 2 പീസിനാണോ 299 എന്ന് പറയുന്നത്? വാവ്. റിങ്കിൾ മെറ്റീരിയൽ കേട്ടോ. റിങ്കിൾ മെറ്റീരിയൽ വെറും 2 പീസിന് 299. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് അടുത്തൊരു സ്റ്റോറാണ് ഇത്. ഈ സ്റ്റോർ ഫുൾ ഡിസ്കൗണ്ട് സെക്ഷനാണ് വരുന്നത്. അപ്പോൾ എലൻട്ര സെയിം പേരിൽ തന്നെയാണ്. ലേഡീസ് ബൂട്ടിക്കാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഈ ഫേസ് ഈ ഫോട്ടോ മാറ്റാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഭംഗി കൂടി. അപ്പോൾ ആ ഭംഗി കൂടിയ ഫോട്ടോ വേണം വെക്കാനായിട്ട്. ഇത് എത്ര 3 കൊല്ലം മുന്നത്തെയാ? 2 വർഷം. 2 വർഷം. 2 വർഷം കൊണ്ട് എന്തൊരു മാറ്റം വന്നത്. ഒന്ന് ഇവിടെ നിന്ന് അത് ഇതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കോമന്റ് സെക്ഷനിൽ ഒന്ന് പറയണം കേട്ടോ. എന്താ വ്യത്യാസം എന്നുള്ളത് കണ്ടോ? ഭയങ്കര വ്യത്യാസമുണ്ട് രണ്ടാളും തമ്മിൽ. ഇത് നിങ്ങളാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റോറാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കിയാലോ? എന്താണ് എവിടെ നോക്കിയാലും നമ്മുടെ നിമ്മി. അപ്പോൾ കയറാം നമുക്ക് എന്താണെന്നുള്ളത് ഡിസ്കൗണ്ട് സെക്ഷനിൽ വരുന്ന ഐറ്റംസ്. അപ്പോൾ ഇവിടെയും നല്ല വില കുറവിന് ഐറ്റംസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഉള്ളതിൻ്റെക്കാളും ഒരു കട്ട് പീസ് പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. ഏതൊക്കെയാണ് ഡിസൈൻസ് കാര്യം? നമുക്കൊരു 299 തന്നെ തുടങ്ങാം. ഓക്കെ. ആക്ച്വലി ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ഏതാ ബ്രാൻഡ് എന്ന് പറയില്ല, പക്ഷെ ബ്രാൻഡഡ് ഐറ്റം ആണ്. വെറും 299 ആണ് കേട്ടോ ഇതിന്റെ റേഞ്ച് വരുന്നത്. ഇതുപോലെ ഷോർട്ട് കുർത്തി ജീൻസിന് പറ്റിയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ. ജീൻസിനെ പറ്റി അടുത്ത 299 വരുന്ന കളക്ഷൻ. ഇത് വെറും 299. ഈ കാണിക്കുന്നതൊക്കെ 299. ഇതും 299. ഇതൊക്കെ ജീൻസിൻ്റെ ടോപ്പിന് പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ സൈസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈസസ് ഉണ്ടാവില്ല. ഇത് ഒരു സിംഗിൾ പീസ് ആയിരിക്കും. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒക്കെ സൈസസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ബാലൻസ് പീസ് ഉള്ളതാണ് നമ്മളിവിടെ കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറവിന് കൊടുക്കുന്നത്. അല്ലാണ്ട് ഡാമേജോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതും 299 ക്രോപ്പ് ടോപ്പാണ് വരുന്നത് കേട്ടോ. ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരു ഡാമേജും നിങ്ങൾക്ക് കാണില്ല. ധൈര്യമായിട്ട് വിശ്വസിച്ച് മേടിക്കാം. ഈ ഒരു സിംഗിൾ പീസായാലും നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആയാലും മേടിക്കാൻ പറ്റും, വെബ്സൈറ്റ് ത്രൂ ആയാലും മേടിക്കാൻ പറ്റും. ഓൺലി 299. ഇതൊരു ഫോർമൽ ഷർട്ടാണ്. 299. ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിലല്ലേ? നമുക്ക് 2 ഷെയ്ഡ്സേ ഉള്ളൂ. കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ 2 ഷെയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഓപ്ഷനിൽ ഇട്ടേക്കാണ് കേട്ടോ. 299 ഷർട്ട്. ഇപ്പോൾ നമുക്ക് 399 കുർത്തീസ് കാണാം. ബ്രാൻഡഡ് ആണ്. 399 കേട്ടോ. 399 ഇതുപോലെ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ സൈസസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ലാർജാണ്. ലാർജിൽ 399 ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഇതൊരൊറ്റ സിംഗിൾ പീസ്. ഇനി വീഡിയോയിൽ കണ്ടിട്ട് ആരെങ്കിലും ഇത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളവർക്ക് കിട്ടില്ല. അപ്പോൾ ആർക്കാണ് ആവശ്യം വേഗം ഓർഡർ ചെയ്തോ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സിംഗിൾ പീസ് കൊറിയർ ത്രൂ അയച്ചു തരും. ഇതൊക്കെ നമ്മുടെ ത്രെഡ് ഇത് എംബ്രോയ്ഡറി വർക്കല്ല, നമുക്ക് ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. യോക്കിൽ ഇതും ലാർജ് സൈസ് ആയിരിക്കണം. സൈസ് ഇത് മീഡിയം ആണ് കേട്ടോ. സൈസ് ആവശ്യമുള്ളവർക്ക് മേടിക്കാം. 399 ആണ് റേഞ്ച് വരുന്നത്. കോട്ടൺ സെറ്റാണ്. കാംബ്രിക് കോട്ടൺ കുർത്തി സെറ്റാണ്. കാംബ്രിക് കോട്ടണിൽ 2 പീസിൻ്റെ സെറ്റ് 399. 2 പീസിനാ? 2 പീസിന്. അത് കാംബ്രിക് കോട്ടൺ നല്ല ടൈപ്പ് കോട്ടൺ ആണ്. വെറും 399. അപ്പോൾ ലാസ്റ്റ് റേഞ്ചൊക്കെ എത്ര വരെ പോവും ഇവിടെ? ഇവിടെ നമ്മൾ 599 വരെയുള്ള. അപ്പോൾ 299 തൊട്ട് 599 ഉള്ളിലുള്ള കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത്. ഇതും 399 കുർത്തിയാണ്. സൈസ് വരുന്നത് നമുക്ക് XXL സൈസാണ് കേട്ടോ. ഇതിൻ്റെ വേറെ സൈസസ് ഒന്നും ഉണ്ടാവില്ല. സൈസസ് ഇനി വേറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ആ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതും നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളൂ. ഇതും ബ്രാൻഡഡ് തന്നെയാണ്. 399 റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളത് കണ്ടോ. ഈ യോക്കിലത്തെ വർക്കിനെ കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. കൈ
അത് മോശമായി പോയി. അറ്റാച്ച് ആണിത്. അറ്റാച്ച് ആണ്, പക്ഷെ മുകളിലെത്തുമ്പോൾ കയ്യിൽ നിന്ന് മുട്ടും. അറ്റാച്ച്ഡ് ആണ്. നമ്മൾ കുറച്ച് ബോട്ടംസ് ആഡ് ചെയ്തിട്ടുണ്ട് 199 റേഞ്ചിൽ. നമ്മൾ പരസ്യത്തിൽ കൊടുത്തിട്ടില്ല, എന്നാലും 199 റേഞ്ചിൽ നമ്മൾ. അപ്പൊ ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 299 ആണ് സ്റ്റാർട്ടിങ് റേഞ്ച്. ഇനി അത്യാവശ്യമായിട്ട് ബോട്ടം വെയർ പറഞ്ഞു വരുന്നവർക്ക് അവർക്കുള്ളതാണ് കേട്ടോ ഇത്. വെറും 199, അതും ലൈക്ര മെറ്റീരിയൽ, സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്. സൈസസ് നോക്കുകയാണെങ്കിൽ സൈസസ് നമുക്ക് അങ്ങനെ കുറച്ച് കട്ട് സൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, എല്ലാ സൈസും കാണത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു സ്റ്റോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കോട്ടണിൽ വരുന്ന ബോട്ടം. നേരത്തെ ലൈക്ര ആണെങ്കിൽ ഇത് കോട്ടണിൽ വെറും 199 കോട്ടന്റെ പാൻറ് കേട്ടോ. ഇനി ഇതിൽ തന്നെ സൈസസ് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഇവിടെ സൈസ് ഇത് ലാർജ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന സൈസ് ചിലപ്പോൾ കളർ ചോദിച്ചാലും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല, അത് ഈ ഒരു സ്റ്റോറിലാണെങ്കിൽ. പക്ഷെ എല്ലാം കളർ കിട്ടുന്നത് നമുക്ക് ആ ഒരു സ്റ്റോറിൽ. ഇനി ദുപ്പട്ടാസ് വരുന്നുണ്ട് ഇവിടെ 199 റേഞ്ചിൽ. ദുപ്പട്ടാസ് അല്ലേ, നെറ്റിൽ. അതും ഈ ഇതൊന്ന് തുറന്ന് പിടിച്ചേ. ഇതാ ലെങ്തിനും ഒരു കുറവുമില്ല. 199 ആണ് ഈ ഒരു റേഞ്ചിൽ. അല്ല 199 ആണ് ഈ ഒരു ദുപ്പട്ട കൊടുക്കണ. ഒരു കുത്തും കോമയില്ല, ഒരു കീറലും ഇല്ല, ഒരു ഡാമേജും ഇല്ല. എന്താ ഇത്രയും പെർഫെക്റ്റിൽ ഇനി കൊടുക്കണം. പക്ഷെ ഇതിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഇതിന്റെ കൂടെ കൊടുക്കാനായിട്ട് 2 3 അങ്ങനെ ഇല്ല എന്നുള്ളത്. ബൾക്കായിട്ട് കളേഴ്സ് നമുക്ക് ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഇതിന്റെ കളേഴ്സ്. ഇതൊക്കെ ഇരിക്കുന്നത് കളേഴ്സ് അല്ലേ. ഇതൊക്കെ ദുപ്പട്ടയുടെ കളേഴ്സ്. അപ്പൊ ബാലൻസ് വരുന്നത് ഈ 1 2 പീസൊക്കെ വരുമ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അതിന് വേണ്ടി സെപ്പറേറ്റ് വരും. അപ്പൊ ഒരു സാധാരണക്കാർക്കും നമുക്ക് വന്ന് ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തീസ് ഈ ഒരു റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മളിങ്ങനെ സ്റ്റോറായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരേപോലെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നല്ലേ. ഇത് 199 ദുപ്പട്ട തന്നെയാണ്. 2 കളർ ഓപ്ഷൻസും വരുന്നുണ്ട് കേട്ടോ ഇതില്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടാണോ? ഇത് കുർത്തീസിലാണ് വരുന്നത്. 499 റേഞ്ചിൽ വിത്ത് ലൈനിങ് വരുന്ന കോട്ടൺ കുർത്തീസ് ആണ്. പ്രിന്റഡ് കോട്ടൺ. മീഡിയം ആണ് സൈസ്. 499 സൈസസ് അവൈലബിൾ ആണ് ഇതിലല്ലേ. ഇതിലെല്ലാം സൈസ് അവൈലബിൾ. അപ്പൊ ഇത് നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആയിരിക്കും? അതെ അതെ. ഇത് ഓൺ മാനുഫാക്ചർ ഒക്കെ ആകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും അത് കയറ്റി വിടാം. പക്ഷെ ബ്രാൻഡഡ് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സൈസ് ചാർട്ടിൽ ഒരെണ്ണം മിസ്സിംഗ് വരുമ്പോൾ അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കണത്. അപ്പൊ ഇത് കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് ഓപ്ഷൻ. ഇത് ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ ഞാൻ? അതെ, ഇത് ഓൺ ആയതുകൊണ്ടാണ് കേട്ടോ. അതും ഒക്കെ സെപ്പറേറ്റ് പാക്കിങ്ങിലാണ് കേട്ടോ എല്ലാതും തരുന്നത്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇക്കത്തിന്റെ പ്രിന്റ്, കോട്ടണിൽ ഇക്കത്തിന്റെ പ്രിന്റിൽ വരുന്ന കളക്ഷൻ കണ്ടോ. ഇതും നമുക്ക് ഇത് ബ്രാൻഡഡ് തന്നെയാണ്. ഇതും 499 കുർത്തിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഇതിൽ തന്നെ കോട്ടൺ വേണ്ട, നമുക്ക് കുറച്ച് വെറൈറ്റി വേണമെന്ന് പറയുകയാണെങ്കിൽ 499 പാർട്ടി വെയർ കളക്ഷൻ. ഒറിജിനൽ പ്രൈസ് ഒക്കെ നമ്മൾ ഇതിൽ തന്നെ ഉണ്ടാവും. ഇതിൽ തന്നെ ഉണ്ടാവും. ഇത് കൂടാണ്ട് നമുക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്, എത്ര പ്രൈസിനാണ് കൊടുക്കുന്നത്, എല്ലാം A to Z ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറിയാലും കാണാൻ പറ്റും. അപ്പോൾ പാർട്ടി വെയറിൽ 499 കളക്ഷനാണ് അതിൻ്റെ കളർ ചേഞ്ച്. അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി കളക്ഷൻസ് നമുക്കുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു ഒറിജിനൽ ഷോപ്പിലേക്ക് പോവാം. അവിടേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇനിയും കളക്ഷൻസ് ഉണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ കളക്ഷൻസ് ഒക്കെ തന്നെയാണ്. ഇതൊക്കെ കട്ട് പീസിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ 1 2 സിംഗിൾ പീസൊക്കെ. ഇനി ഇതൊക്കെ നമുക്ക് ട്രയൽ ചെയ്തിട്ട് വരെ മേടിക്കാം. ഇപ്പോൾ നമുക്ക് ഇത് ഒരു പീസുള്ളോ ഇങ്ങനെ ഇത്രയും ലോ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ട്രയൽ റൂം ഉണ്ട്. ട്രയൽ റൂമിൽ വന്നിട്ട് നമുക്ക് ഇട്ട് നോക്കിയിട്ട് പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ ഓൺലൈനിലായാലും നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ഷോപ്പിലേക്ക് പോയാലോ? വരും. നമ്മൾ വീണ്ടും ഒരു മെയിൻ ഷോപ്പിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓഫർ ഷോപ്പ്, ഇത് നമ്മുടെ മെയിൻ ഷോപ്പാണ് വരുന്നത്. അപ്പോൾ അഡ്രസ്സ് ഒന്നുകൂടിയും നമുക്ക് പറഞ്ഞാലോ? ഓക്കെ, നമ്മുടെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഇലൻഡ ഡിസൈൻസ് ബൈ നിമി ഹെയ്ൻസ് എന്നുള്ളതാണ് നെയിം വരുന്നത്. നമ്മുടെ പർച്ചേസിങ് ആയിട്ട് വരുന്നത് നമ്മുടെ വാട്സപ്പിൽ പർച്ചേസ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത് ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും ഇടയ്ക്ക് കലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറച്ചുകൂടെ കൃപാസനം. അതെ, കൃപാസനം. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു. ഇനി ഇപ്പൊ ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ 2 ഷോപ്പിന്റെയും ഓഫർ സോണും ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടുത്തെ ഉള്ള ഷോപ്പിന്റെ റേറ്റും വിത്ത് എന്ത് മെറ്റീരിയൽ ഏതൊക്കെ A to Z ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ തന്നെ പോയാൽ എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇനി വീഡിയോ കോൾ അത് ഇത്തിരി കുറവാണ്. എന്നാൽ പോലും നമുക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സമയം കിട്ടുമെന്ന് അറിയില്ല, കാരണം ഇഷ്ടം പോലെ വാരി കോരി ഇതൊക്കെ ഇനി ഡിസ്പാച്ച് പോകാനുള്ളതാണ്. ഇവിടെയുണ്ട് അവിടെയുണ്ട്, അങ്ങനെ കുറേ ഒരു ഡെയിലി ഒരു 500 മേലെ
ഡിസ്പാച്ച് പോവാണ്. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ വിളിക്കുന്നതിനനുസരിച്ച് അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങോട്ട്. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. ബ്രാൻഡഡ് ഐറ്റംസ്. ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി പേര് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. സ്ക്രീനിൽ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിമ്മി എലൻട്ര, യെസ്, ഞാൻ പേരിട്ടു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.